ఓం నమః పరమర్షిభ్యో నమః పరమర్షిభ్యః. హరి ఓం. యస్యాంతర్నాదిమధ్యం నహి కరచరణం నామగోత్రం న సూత్రం నో జాతిర్నైవ వర్ణా న భవతి పురుషో నపుంసం న చ స్త్రీ నాకారం నో వికారం నహి జనిమరణం నాస్తి పుణ్యం న పాపం తత్వం నో తత్వమేకం సహజ సమరసం సద్గురుం తం నమామి. సదాశివసముద్భూతశుద్ధజ్ఞానైకరూపిణీం రమణాచార్యసంపూర్ణాం వందే గురుపరంపరాం. ఉపాసకానాం యదుపాసనీయం ఉపాత్తవాసం వటశాఖిమూలే తద్ధామ దాక్షిణ్యజుషా స్వమూర్త్యా జాగర్తు చిత్తే మమ బోధరూపం అద్రాక్షమక్షీణదయానిధానం ఆచార్యం ఆద్యం వటమూలభాగే మౌనేన మందస్మితభూషితేన మహర్షిలోకస్య తమోనుదంతం విద్రావితాశేషతమో గణేన ముద్రావిశేషేణ ముహుర్మునీనాం నిరస్య మాయాం దయయా విధత్తే దేవో మహాంస్తత్వమసీతి బోధం. మమాద్యదేవో వటమూలవాసీ కృపావిశేషాత్ కృతసన్నిధానః ఓంకారరూపాం ఉపదిశ్య విద్యాం ఆవిద్యగధ్వాంతం అపాకరోతు. అపార సచ్చిత్సుఖవారిరాశేః యస్యోర్మిమాత్రం భువనం సమస్తం గుహాహితం తం రమణం గభీరం చింతావిహీనం హృది చింతయామి. దేహం మృణ్మయవజ్జడాత్మకమహం బుద్ధిర్న తస్యాస్త్యతో నాహం తత్తదభావసుప్తిసమయే సిద్ధాత్మసద్భావతః. కోహం భావయుతః కుతో వరధియా దృష్ట్వాత్మనిష్టాత్మనాం సోహం స్ఫూర్తితయా అరుణాచలశివః పూర్ణో విభాతి స్వయం. కరుణాపూర్ణసుధాబ్ధే కబళితఘనవిశ్వరూపకిరణావల్యా అరుణాచలపరమాత్మన్ అరుణో భవ చిత్తకంజసువికాసాయ. త్వయి అరుణాచల సర్వం భూత్వా స్థిత్వా ప్రలీనమేతచ్చిత్రం హృద్యహమిత్యాత్మతయా నృత్యసి భోః తే వదంతి హృదయం నామ. అహమితి కుత ఆయాతీత్యన్విష్యాంతః ప్రవిష్టయాత్యమలధియాం అవగమ్య స్వం రూపం శామ్యత్యరుణాచలత్వయి నదీవాబ్ధౌ. త్యక్త్వా విషయం బాహ్యం రుద్ధప్రాణేన రుద్ధమనసాంతస్త్వాం ధ్యాయన్ పశ్యతి యోగీ దీధితిం అరుణాచలత్వయి మహీయం తే. త్వయ్యర్పితమనసా త్వాం పశ్యన్ సర్వం తవాకృతితయా సతతం భజతే అనన్యప్రీత్యా సజయత్యరుణాచలత్వయి సుఖే మగ్నః. హృదయకుహరమధ్యే కేవలం బ్రహ్మమాత్రం హ్యహమహమితి సాక్షాదాత్మరూపేణ భాతి. హృది విషమనసా స్వం చిన్వతామజ్జతాపం
പവനചലനരോധാദാത്മനിഷ്ഠോ ഭവത്വം. യോऽന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യ കില ശക്തിധരസ്വധാംനാ അന്യാംശ ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഭഗവാന്റെ അപരിമിതമായ അനുഗ്രഹം കൊണ്ട് നമുക്ക് അത്യദ്ഭുതമായ ഒരു ഭക്തിജ്ഞാന സമ്പുഷ്ടമായ ഒരു കൃതി അതിനെ അനുസന്ധാനം ചെയ്യാനുള്ള സന്ദർഭം ഉണ്ടായിരിക്കാം. ഭഗവാൻ രമണ മഹർഷിയുടെ അക്ഷരമണമാല ഇപ്പോൾ പറഞ്ഞു, പണ്ട് തിരുവനന്തപുരത്ത് പറഞ്ഞു എന്ന് ശരിയാണ്. കുറച്ച് ചുരുക്കി പറഞ്ഞു. കുറച്ചുകൂടെ വിസ്താരമായി പാലക്കാട്ടില് വിജ്ഞാനരമണീയ ആശ്രമത്തിൽ കുറച്ചുകൂടെ വിസ്താരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സമ്പൂർണമായിട്ട്, വളരെ വിസ്താരമായി സമ്പൂർണമായി തമിഴില് രമണാശ്രമത്തിൽ തന്നെ ശങ്കരമഠത്തിൽ അരുണാചലത്തിൽ പറഞ്ഞിട്ടുണ്ട്. രമണാശ്രമത്തിൽ ഇംഗ്ലീഷിൽ ഈ അക്ഷരമണമാല പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. അത് തിരുവണ്ണാമലയിൽ മറ്റൊരു സ്ഥലത്ത്. ഇത് ഇവിടെ ഈ കൃതി പറയണം എന്നുള്ളത് നമ്മുടെ ഈ സത്സംഗത്തിന് ബീജാവാപം ചെയ്ത സൂര്യനാരായണന്റെ ആഗ്രഹം. ഇപ്പോഴും ഓർമ്മയുണ്ട്, അദ്ദേഹത്തിന് ഓർമ്മയുണ്ട്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഇരിഞ്ഞാലക്കുടയിൽ സത്സംഗത്തിന് വന്ന സമയത്ത് വിളിച്ച് കൊച്ചിയിൽ വരണം, മട്ടാഞ്ചേരിയിൽ വരണം എന്ന് പറഞ്ഞ് അങ്ങനെ തുടങ്ങിയതാണ് ഇവിടെ. അദ്ദേഹം എപ്പോഴും പറയും, വന്ന് ട്രെയിനിൽ വന്ന് ഇറങ്ങുന്നതും ഒക്കെ എനിക്ക് ഓർമ്മയുണ്ടെന്ന് പറയും. അപ്പോൾ തുടങ്ങി ഇന്ന് വരയ്ക്കും അനുസ്യൂതം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സത്സംഗം. ആരോഗ്യ കാരണത്താൽ അദ്ദേഹം ഇവിടെ വന്നിട്ടില്ലെങ്കിലും അവിടുന്ന് ശ്രവണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ചെന്ന് കണ്ടിട്ട് വന്നു. എനിക്ക് വരാൻ കഴിഞ്ഞില്ലല്ലോ, എത്ര വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് എന്ന് പറഞ്ഞ് വളരെ ഭാവത്തോടു കൂടെ ഇത്തിരി വിഷമിച്ചുവെങ്കിലും ഒന്നും കുഴപ്പമില്ല, ഒന്ന് ശ്രവണം ചെയ്യാം എന്ന് സമാധാനിപ്പിച്ചു. ഒരു ഭക്തൻ പൃച്ഛകനാവുമ്പോഴാണ് സത്സംഗം ഉണ്ടാവുന്നത്. ഭാഗവതത്തിലുണ്ട് വക്ത, പൃച്ഛകൻ, ശ്രോത എന്ന് 3 കാറ്റഗറിയാണ്. വക്ത എപ്പോഴും സിദ്ധനാണ്, എന്നുവെച്ചാൽ ഉണ്ട്. പക്ഷേ നാ പൃഷ്ടേ കസ്യചിത് ബ്രൂയാത് എന്നാണ് ശാസ്ത്രം. ചോദിച്ചിട്ടില്ലെങ്കിൽ പറയരുത് എന്ന്. അപ്പൊ അത് ചോദിക്കാൻ
വേണ്ട വിധത്തിൽ ചോദിക്കാനുള്ള ഒരു ആള് വേണം. അതുകൊണ്ടാണ് പറയണത്, ഗുരുവിന്റെ അടുക്കൽ ചെന്ന് സ്തുതിച്ച് സന്തോഷിപ്പിച്ച് നമസ്കരിച്ച് ചോദിക്കൂ, സേവ ചെയ്ത് ചോദിക്കൂ എന്നൊക്കെ ഭഗവാൻ ഗീതയിൽ പറഞ്ഞു. നമുക്ക് തോന്നും, പ്രത്യേകിച്ച് മലയാളികൾക്ക് തോന്നും, അതെന്താ ഒരു ക്ലാസ് പോലെ ചോദിച്ചാൽ പോരെ അല്ലേ? എന്തിനാ ഈ സേവയും കൈങ്കര്യവും സ്തുതിയും ഒക്കെ? അദ്ദേഹത്തിന് അറിവ് പറഞ്ഞു തരുന്നു, നമ്മൾ കേൾക്കണം. മാറ്റർ ഓഫ് ഫാക്ട്, അത് പ്രിയത്തിനെ കാണിക്കുന്നതാണ്. ഗുരുവിന് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷേ ഒരു ഹാർട്ട്, ഒരു ഹൃദയം ആ പ്രിയത്തോടുകൂടെ ചെന്ന് ഞങ്ങൾക്ക് കേൾക്കണം, വരൂ, പറയൂ. ഭാഗവതത്തിൽ അതൊക്കെ വളരെ കാവ്യാത്മകമായി ചിത്രീകരിച്ച് പറയുന്നുണ്ട്. ഹംസസ്വാഗതം ആസ്യതാം പിബപയോ ബ്രൂഹ്യംഗശ്രൗരേ കഥാം. അതിമനോഹരമായ ചിത്രീകരണമാണ്. ഒരു പരമഹംസനെ വിളിച്ചിട്ട് ഇരുത്തിയിട്ട്, ഇരിക്കൂ, ഇത്തിരി പാല് കുടിക്കൂ എന്നാണ്. ഹംസം എന്ന് വെച്ചാൽ അരയന്നമാണല്ലോ. അരയന്നത്തിന് പാല് കൊടുക്കുന്ന പോലെയും പരമഹംസനെ വിളിച്ച് ആദരിക്കുന്ന പോലെയാണ്. ഹംസസ്വാഗതം ആസ്യതാം പിബപയഃ ബ്രൂഹി അംഗ ശൗരേ കഥാം. ഇങ്ങനെ ഹൃദയത്തിൽ നിന്നും ഒരു പൃച്ഛകൻ ഞങ്ങൾക്ക് പറയൂ, ഞങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ചിലരൊക്കെ ഇപ്പൊ നോക്കൂ, ഒരു സീരീസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സാധകന്മാരുടെ സംശയങ്ങൾ, ആഹാരത്തിനെ കുറിച്ചും രാവിലെ എഴുന്നേക്കുന്ന കാര്യം, ഇങ്ങനെ പലത്, പ്രാണൻ, ധ്യാനം, ജ്ഞാനവിചാരം, ഇതൊക്കെ ഓരോരുത്തർ. അപ്പോൾ ഉത്തമ പൃച്ഛകന്മാർ, ചോദിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ എവിടെ തൊടണോ അവിടെ തൊട്ടാൽ അതിനുള്ള ഉത്തരം വരും. അത് എല്ലാവർക്കും പ്രയോജനമാവും. പരീക്ഷിത്ത് ഭാഗവതത്തിൽ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ഫസ്റ്റ് ശുകബ്രഹ്മ മഹർഷി പറയുന്ന കാര്യം, ഈ ലോകത്തിനെ മുഴുവൻ ഹേ രാജൻ നിങ്ങൾ ഈ ചോദ്യം കൊണ്ട് അനുഗ്രഹിച്ചു. എന്താ അത്? ഉപകാരം ചെയ്തു ലോകത്തിന് മുഴുവൻ. എന്താണ് ആരംഭത്തില്? മഹാന്മേ അഹദ് അനുഗ്രഹ, വലിയ അനുഗ്രഹം ചെയ്തു ലോകത്തിന് ഈ പ്രശ്നം കൊണ്ട്, ഈ ചോദ്യം കൊണ്ട്. അപ്പോ സൂര്യനാരായണൻ ചോദിച്ചു, നമുക്ക് ഭഗവത്ഗീത, ആദ്യം ശങ്കരാചാര്യരുടെ കഥയാണ് പറഞ്ഞത്, ചരിത്രം, പിന്നെ ഭഗവത്ഗീത. അങ്ങനെ ഭഗവത്ഗീത ആരംഭിച്ച് ഇത്ര വർഷം പറഞ്ഞു. ഇപ്പോഴും അദ്ദേഹമാണ് ഈ അരുണാചല അക്ഷരമണമാല വേണം എന്ന് പറഞ്ഞു. ഇപ്പൊ ഭഗവത്ഗീത സംസ്കൃതത്തിലാണ്, നമ്മൾ മലയാളത്തില് പറഞ്ഞു. അതേപോലെ അക്ഷരമണമാല തമിഴിലാണ്, നമ്മൾ മലയാളത്തിൽ പറയും. അത്രയേ ഉള്ളൂ. അരുണാചലത്തിൽ പറയേണ്ട കൃതിയാണ് എന്ന് പറഞ്ഞു. അരുണാചലം ആത്മാവാണ്. ഭഗവാൻ തന്നെ പറഞ്ഞു, അരുണാചലം എൻ ആത്മാ. ഇപ്പൊ ഭാഗവതം വൃന്ദാവനത്തിലൊന്നുമല്ലല്ലോ പറയണ, അല്ലേ? ഇവിടെയൊക്കെയാണല്ലോ പറയണ, അല്ലെങ്കിൽ ഗംഗാതീരത്തിലല്ലല്ലോ. അതേപോലെ അരുണാചലം ആത്മസ്വരൂപമാണ്. വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് മിസ്റ്റിക്കൽ വർക്ക് ഇൻ ദ വേൾഡ് അക്ഷരമണമാല. എന്താണെന്ന് വെച്ചാൽ പുറത്തേക്ക് നോക്കുമ്പോൾ ഭക്തി പോലെയും മധുരഭാവ ഭക്തി പോലെയൊക്കെ തോന്നും. അകത്തേക്ക് ഇത്തിരി ചെല്ലുമ്പോൾ പരിപൂർണ ശുദ്ധജ്ഞാനം, ജ്ഞാനസാരമാണ്, എസെൻസാണ്. താനേ താനേ തത്വം ഇതனை താനേ കാട്ടുവായി അരുണാചല. അങ്ങനെ അല്ലാതെ മഹർഷിക്ക് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അതിസുന്ദരമായ ഭാഷ. ഈ അക്ഷരമണമാലയുടെ മൂലം എന്താണ്? നിശ്ചയമായിട്ടും പുറമേക്ക് അരുണാചലം. അതെഴുതിയത് ഭഗവാൻ രമണ മഹർഷി. അതിനകത്തുള്ള രസം വിരഹം, മുഖ്യരസം വിരഹം, മധുരഭാവം,
ശുദ്ധമായ ജ്ഞാനത്തിൻ്റെ രസമായ ശാന്തി. ഇതൊക്കെ അതിനകത്ത് ഉണ്ട്. ഭക്തിയുടെ മാധുര്യത്തിൽ ചാലിച്ചെടുത്ത അദ്വൈതജ്ഞാനം, ഭക്തിയുടെ മാധുര്യത്തില് നല്ലവണ്ണം മുക്കിയെടുത്ത അദ്വൈതജ്ഞാനം, ഇതാണ് അക്ഷരമണമാലൈ. പലരും അത് ചിലപ്പോൾ അക്ഷരമണിമാല എന്ന് പറയും, അറിയാതെ. അതായിരിക്കും കറക്റ്റ്. എന്താണെന്ന് വെച്ചാൽ മണം അർത്ഥമൊന്നുമില്ലല്ലോ. അക്ഷരമണമാലയല്ല, അക്ഷരമണിമാല എന്ന് തമിഴിൽ തന്നെ പലരും പറയും. അക്ഷരങ്ങൾ കൊണ്ടുള്ള മണം മാല. മണമാല എന്ന് വെച്ചാൽ വിവാഹത്തിന് ഉള്ള ഹാരം. അങ്ങോട്ടും ഇങ്ങോട്ടും മാലയിടുമല്ലോ, അതുപോലെ. അങ്ങനെയാണ് ഇത് അവസാനിക്കുന്നത്. അരുണാചലേശ്വരൻ്റെ അടുത്ത് മാലയളിത്ത് അരുണാചല രമണ എൻ മാലയണിന്ത് അരുൾ അരുണാചല. ഇതാണ് പാട്ട്. എനിക്ക് അവിടുത്തെ മാല ഇങ്ങോട്ട് തരൂ. ആദ്യം അവിടുന്ന് ഇങ്ങോട്ട് മാലയിടുകയാണ്. വരൻ മാലയിട്ടിട്ട് വധു മാലയിടണു. അങ്ങനെയാണ് ആയിരിക്കാം സമ്പ്രദായം. അപ്പോൾ ഇവിടെ ഭക്തൻ അഥവാ ജീവൻ വധുവാണ്, ഈശ്വരൻ വരനാണ്. ഈശ്വരനാണ് ആദ്യം മാലയിടുന്നത്. ഇതിൻ്റെ ഉള്ളിലുള്ള രഹസ്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കുക്കൊരു ചോദ്യമുണ്ട്, ഒരു മിസ്റ്റിക്കൽ ക്വസ്റ്റ്യൻ, വെദർ ദ ഗ്രേസ് കംസ് ഫസ്റ്റ് ഓർ എഫേർട്ട് കംസ് ഫസ്റ്റ്, ഓർ ദ ക്വസ്റ്റ് കംസ് ഫസ്റ്റ്. കൃപയാണോ ആദ്യം വരുന്നത്, അല്ല നമ്മൾ അന്വേഷിക്കുന്നു പിന്നെ ഈശ്വരന്റെ കൃപ നേടുന്നു, അങ്ങനെയാണോ? സ്ഥൂലമായിട്ട് നോക്കുമ്പോൾ നമ്മളാണ് തുടങ്ങുന്നത്. നമ്മൾക്ക് എവിടെയോ പോയി ഒരു പുസ്തകം വായിച്ചു, ഒരു ഉത്സാഹം വന്നു, അല്ലെങ്കിൽ ജീവിതത്തിൽ ചില ദുഃഖം വന്നു, ശാന്തി വേണമെന്ന് തോന്നി, സത്യത്തിനെ അന്വേഷിച്ചു, എവിടെയോ ഒരു ഗുരു ഉണ്ടെന്ന് അറിഞ്ഞു, അന്വേഷിച്ചു കൊണ്ടുപോയി. അല്ലേ, ശങ്കരാചാര്യൻ മധ്യപ്രദേശിലേക്ക് നടന്നു പോയ പോലെ എവിടേക്കൊക്കെ പോയി ആരെയോ കണ്ടു, ഒരുപാട് കഷ്ടപ്പെട്ട് നേടിയെടുത്തതാണ്. നമ്മളുടെ എഫേർട്ടാണ്. ചിലർ പറയും അങ്ങനെയല്ല, കുറച്ച് എഫേർട്ട്, പിന്നെ ഒരു സ്ഥലത്ത് എത്തുമ്പോൾ ഒരു മഹാശക്തിയുടെ സമ്പർക്കം. ഇതൊക്കെ അനുഭവത്തിൽ പറയുന്ന കാര്യമാണ്. അപ്പൊ കൃപ അവസാനം മനസ്സിലാവും, നമ്മൾ എഫേർട്ട് തുടങ്ങുന്നത് തന്നെ കൃപ കൊണ്ടാണ്. ആ ആത്മാവ് നമ്മളെ വരിക്കുമ്പോഴാണ് നമ്മളില് അധ്യാത്മമായ ഒരു പൗരുഷം ഉണരുന്നത് തന്നെ. അല്ലെങ്കിൽ ആ പൗരുഷമേ ഉണരില്ല. എത്രയോ ആളുകൾ കേൾക്കുന്നു, ആർക്കും എന്തേ പൗരുഷം ഉണരാത്ത? അല്ലേ, കഠോപനിഷത്തിന് പറയുന്നു, ശ്രവണായാപി ബഹുഭേരിയോ ന ലഭ്യ ശൃണ്വന്തോപി ബഹവോ എന്നവി. ഈ ശ്രവണം ചെയ്യാനുള്ള ശക്തി പോലും നമ്മളുടെ കയ്യിലില്ല. ഒരു ചൊല്ലുണ്ട്, മെനി ഹിയർ വെരി ഫ്യൂ ലിസൺ. ചെവിയിൽ വീഴും, പക്ഷെ അന്തശ്രോത്രം കൊണ്ട് കേൾക്കില്ല. അന്തര്യാമിയുടെ ശ്രവണശക്തി ഉണരില്ല. അങ്ങനെ കേൾക്കുമ്പോൾ ആ കേൾക്കുന്നതിന് അർത്ഥമേ മാറും. പല ആളുകളും പറയും, മുമ്പൊക്കെ കേട്ടിരുന്നു, പക്ഷെ ജീവിതത്തിൽ പെട്ടെന്ന് ഒരു വഴിത്തിരിവ് വന്നു കഴിഞ്ഞാൽ അതേ കാര്യം കേൾക്കുമ്പോൾ ഉള്ളിലൊരു സ്ഫൂർത്തി, ഒരു സ്ഫുരണം, മറ്റേതോ ഒരു ചെവി കൊണ്ട് കേൾക്കുന്ന പോലെ. അഥവാ ഹൃത്കർണരസായനം എന്ന് ഭാഗവതം പറഞ്ഞു. ഈ ചെവിക്ക് പുറകിൽ ഹൃദയം അങ്ങനെ വന്ന് നിൽക്കുക അത്രേ. അപ്പൊ എല്ലാം പുതിയ വിധത്തില് അർത്ഥമാവുകയാണ്, അനുഭവമാവുകയാണ്, അനുഭൂതിയാവുകയാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ശ്രവണം, ഒരു യൗകികമായ ശ്രവണം, അനുഭൂതിയുടെ രസമൂറുന്ന ഒരു ശ്രവണം, അങ്ങനെ കേൾക്കുമ്പോൾ ശ്രവണം തന്നെ സമാധിയാണ്. ശബ്ദാനുവിദ്ധ സമാധി എന്ന് ശങ്കരാചാര്യര് ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്. സർവവേദാന്ത സിദ്ധാന്ത സാരസംഗ്രഹത്തില് ഒരു പേര്, ഒരു കൃതിയുടെ പേരാണത്. അതിൽ പറയുന്നുണ്ട്, ശബ്ദാനുവിദ്ധ സമാധി. അതായത് കേൾക്കുമ്പോൾ തന്നെ മനസ്സ് ആത്മധ്യാനം ചെയ്യണം, വലിയ പ്രയത്നമൊന്നുമില്ല, ശ്രവണം ചെയ്തുകൊണ്ട് തന്നെ. പലരും പറയാറുണ്ട്, സത്സംഗത്തിൽ ഇരിക്കുമ്പോൾ ഒരു സ്ഥിതി വരും, അത് തന്നെ ശബ്ദാനുവിദ്ധ സമാധിയാണ്. ശബ്ദം കൊണ്ട് ഏർപ്പെടുന്ന
അനുഭവത്തിൽ വരുന്ന ഒരു സമാധിസ്ഥിതി, ഒരു ആനന്ദസ്ഥിതി, ശാന്തി. ഹൃത്കർണരസായനം എന്നാണ്. കർണത്തിലൂടെ ചെന്ന് ഹൃദയത്തിലേക്ക് പോകുന്ന ഒരു ടോണിക്. രസത്തിനുള്ള അയനമാണ് രസായനം. രസത്തിനുള്ള അയനം, ആത്മാനുഭൂതിയുടെ രസത്തിനുള്ള വഴി, യാത്രാ വഴി. ആയുർവേദത്തിലെ രസായനം എന്ന് പറയും. അവിടെ രസം എന്താന്ന് വെച്ചാൽ ബോഡിലി ജ്യൂസാണ്, ടോണിങ് ആണ്, ശരീരത്തിന് ടോണിങ് ആണ്. അംഗാനാം രസഹ എന്ന് വേദം പറയും. അംഗത്തിന്, ശരീരത്തിന്റെ അംഗത്തിന് വേണ്ട എനർജിയാണ് പ്രാണൻ. അപ്പൊ അത് വേറെ വിഷയം. അപ്പോ അങ്ങനെ ശ്രവണം ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം പുതിയ വിധത്തില് ഉള്ളില് അനുഭൂതിയായിട്ട് പ്രകാശിക്കും. അതിഗംഭീരമായ ഒരു കൃതിയാണ് നമ്മളിപ്പോൾ ആരംഭിക്കാൻ പോണത്. അക്ഷര മണമാലൈ എന്ന്. എന്താ അർത്ഥം പറഞ്ഞ്? അക്ഷരം കൊണ്ട് ഉള്ള വിവാഹഹാരം, മണം അല്ലേ? ഇതിനേക്കാളും ഗൂഢമായൊരു അർത്ഥമുണ്ട്. അക്ഷരം എന്ന് വെച്ചാൽ ആത്മാ എന്നർത്ഥം. നക്ഷരതി ഇത് അക്ഷരം, നാശമില്ലാത്ത അദ്വയമായ വസ്തു, ചൈതന്യം. അതിൻ്റെ മണം പേറി നിൽക്കുന്ന ഒരു മല. അക്ഷരത്തിൻ്റെ മണം, ആത്മാനുഭൂതിയുടെ മണം. രമണ ഭഗവാന്റെ ആത്മാനുഭൂതിയുടെ മണമാണ് ഈ കൃതിയിൽ മുഴുവൻ. അതിൻ്റെ സുഗന്ധം. പൊന്നൊളിർ വടിവിനാനേ പൂരണവദനത്താനേ തന്നറും സ്വാനുഭൂതി தரையலாம் மணக்க ஏழை உன்னரும் புகழை கேட்டு உலகலாம் தேடி வந்தேன் എന്നരുൾ ഇറയേ ജ്ഞാന രമണനേ ജ്യോതിക്കുன்றേ. ഒരു ഭക്തൻ എഴുതിയ കൃതിയാണ്. അദ്ദേഹം പറഞ്ഞു, എങ്ങനെയാ രമണ മഹർഷിയുടെ അടുത്ത് വന്നതെന്ന് വെച്ചാൽ ആ സ്വാനുഭൂതിയുടെ മണം. നമ്മളൊരു പൂവൊക്കെ വിരിഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊക്കെ മണക്കുള്ളൂ. പക്ഷെ ഈ സ്വാനുഭൂതിയുടെ മണം എവിടെയോ കിട്ടിയിട്ട് അന്വേഷിച്ചു കൊണ്ടുവന്നു എന്നാണ്. ഭാഗവത്തില് ഗോപികകൾ പറയുന്നുണ്ട്, അച്യുതഗന്ധ എന്നാണ്. കൃഷ്ണന്റെ മണം വരണു എന്നാണ്. ആ കാറ്റ് വീശുന്ന ദിക്കിൽ നിന്നും അച്യുതന്റെ ഗന്ധം വരുന്നു. ആ മണം മൂക്കുകൊണ്ട് കിട്ടില്ല എന്നാണ്. ചിലപ്പോൾ മൂക്കിന് ജലദോഷം പിടിച്ചാൽ പുഷ്പഗന്ധം കിട്ടില്ല. അതേപോലെ ചിത്തത്തിന് അജ്ഞാനദോഷം പിടിച്ചാൽ ആത്മാനുഭൂതിയുടെ ദോഷം, മണം കിട്ടില്ല. ചിത്തം ശുദ്ധമായി കഴിയുമ്പോൾ നല്ല മൂക്കുകൊണ്ട് പുഷ്പത്തിന്റെ സുഗന്ധം മണക്കുന്ന പോലെ ആത്മാനുഭവത്തിനെ മണക്കുമെന്ന്. അങ്ങനെയൊക്കെയാണ് നമ്മളൊക്കെ ദേഹം ജ്ഞാനിയാണെന്നും യോഗിയാണെന്നും ഒക്കെ മനസ്സിലാക്കണം. ഒരു ഇൻറ്റ്യൂഷൻ ഉണ്ടാവും. വാതരതം ഏവം യോഗരതം ചേത ആത്മാനം അനുജിഘ്രതി എന്ന് ഭാഗവതം പറയണ്ട. യോഗരതമായ ചിത്തം ആത്മാവിനെ മണത്തറിയുന്നു എന്നാണ്. അപ്പോ അങ്ങനെ ആണ് അന്വേഷിച്ചുകൊണ്ട് പലരും മഹർഷിയെ കാണാൻ വന്നത്. നമ്മുടെ മഹർഷിയെ കാണാൻ വന്നത്, മഹർഷിയുടെ സന്നിധാനത്തിലേക്ക് വന്നത്. അപ്പോ മഹർഷി ഈ എഴുതിയ കൃതി മഹർഷിയുടെ ആത്മാനുഭൂതിയുടെ മണമാണ്, സ്വാനുഭൂതിയുടെ മണമാണ്. പക്ഷെ കൃതി ഏത് രൂപത്തിലാണ്? അരുണാചലത്തിനെ സ്തുതിക്കുന്ന രൂപത്തിലാണ്. പലരും പറയും രമണ മഹർഷിക്ക് ഗുരു ഇല്ലാതെ തന്നെ മഹർഷി ആത്മജ്ഞാനം നേടിയെന്ന്. ഗുരു ഇല്ലാതെ ആരും നേടില്ല. ഗുരോരനുഗ്രഹേണൈവ പുമാൻ പൂർണ്ണ പ്രശാന്തയേ. ഗുരു ഇല്ലാതെ ഒരു ജ്ഞാനമൊന്നുമില്ല. ഗുരു എന്ന് വെച്ചാൽ വെളിച്ചമാണ്, ഇരുട്ടിനെ നീക്കുന്ന, അകറ്റുന്ന വെളിച്ചമാണ്. അപ്പൊ ഗുരു ഇല്ലാതെ ഒന്നും നേടിയെന്ന് മഹർഷിയും പറയുന്നില്ല. മഹർഷിയോട് ചോദിക്കുന്നുണ്ട്, ഈ അനുഭൂതി, ഈ അധ്യാത്മാനുഭവം സാധനകൾ കൊണ്ടും പഠിക്കുന്നത് കൊണ്ടും പല യോഗ ടെക്നിക്കൊക്കെ കൊണ്ടുമൊക്കെ സാധിക്കുമോ, അഥവാ ഗുരുകൃപയും ആവശ്യമാണോ?
മഹർഷി പറയണത് ഈ ബാഹ്യമായി സാധനയും ടെക്നിക്കും യോഗവും ഒക്കെ വെറും ബാഹ്യചിഹ്നം മാത്രമാണ്. മുഖ്യമായ കാരണം കൃപയാണ്. അതിന് തമിഴിൽ വാക്ക് അരുൾ. ഈ അക്ഷരമണമാല മുഴുവൻ അരുൾ 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 എന്ന് വന്നുകൊണ്ടേയിരിക്കും. അരുളിன்றி ആണവത്താൽ അവനുഭവം നികഴാതെ. കൃപയില്ലാതെ ആണവം എന്ന് വെച്ചാൽ അഹങ്കാരം. അഹങ്കാരം, നമ്മളുടെ എഫർട്ടൊക്കെ അഹങ്കാരമാണല്ലോ. ഞാൻ ചെയ്യണു, ഞാൻ നേടണു, ഞാൻ അനുഭവിക്കണു. അപ്പോ അതിൻ്റെ ആ മൂവ്മെന്റ് ഉള്ളത്തോളം കാലം ആ പൂർണ്ണത വരില്ല. ഉള്ളതിനാർപ്പതില് ഭഗവാൻ പറഞ്ഞു, എന്താണ് ആ പൂർണ്ണസ്ഥിതി? നാം ഉദിയാതെ ഉള്ള നില, നാം അതുവായി ഉള്ള നില. ഇതൊക്കെ സാരോത്തമമായ മഹാവാക്യം പോലത്തെ വാക്കുകളാണ്. ഞാൻ എന്നുള്ള ആ തോട്ട്, ആ ചിത്തവൃത്തി, അഹങ്കാരവൃത്തി, അതിൻ്റെ ചലനം പോലുമില്ലാത്ത ആ മൗനം, ആ നിശ്ചലത. അപ്പോ നമ്മൾ അതായിട്ടിരിക്കണം. നമ്മൾ അതെന്നേ പറഞ്ഞുള്ളൂ. അത് ബ്രഹ്മമെന്നോ ആത്മാവെന്നോ ഭഗവാനെന്നോ ഒന്നും പറഞ്ഞില്ല. നമ്മൾ അതായിട്ടിരിക്കണം. നമുക്ക് സുഷുപ്തിയിലും ഉണ്ടത്, പക്ഷെ അറിയുന്നില്ല. അൺകോൺഷ്യസ് ആണ്. നമ്മളുടെ ബുദ്ധി ഉണർന്നിരിക്കണില്ല. ബുദ്ധി ഉണരുന്നില്ല. ബുദ്ധിയും ഉറങ്ങിപ്പോകുന്നു, ഇന്ദ്രിയങ്ങളും മനസ്സും ഒക്കെ ഉറങ്ങിപ്പോകുന്നു. പക്ഷെ സത്ത മാത്രമുണ്ട്. അസ്ഥിതാമാത്രം വസ്തു. ഉറങ്ങുമ്പോൾ ഒരു അസ്തിത്വം മാത്രമുണ്ട്. അതുകൊണ്ടാണ് എണീറ്റിട്ട് പറഞ്ഞു, ആഹാ പൂർണ്ണം, സുഖമായിട്ടിരുന്നു, വീണ്ടും പോകണം, ഉറങ്ങിയാൽ വേണ്ടില്ല. ശരീരമില്ല, മനസ്സില്ല, ബുദ്ധിയില്ല, അഹങ്കാരമില്ല. പക്ഷേ അറിഞ്ഞില്ല. എഴുന്നേറ്റതും ഞാൻ എന്നുള്ള വൃത്തി ഉദിച്ചതും മനസ്സ് വിരിഞ്ഞു വന്നു, ശരീരം വന്നു, ലോകം വന്നു, മറ്റു വസ്തുക്കളൊക്കെ വന്നു, എല്ലാം പോയി. യു ഗോട്ട് എസ്ട്രേഞ്ച്ഡ് ഫ്രം ദ ഇൻഫിനിറ്റ്. അതാണ് ഉണ്ടായത്. അനന്തതയിൽ നിന്നും മാറി വന്ന് ഞാൻ എന്ന് തുടങ്ങിയതോടുകൂടെ എല്ലാ ദുഃഖങ്ങളുടെയും വന്നു കൂടെ. ഭീതിർനാമ ദ്വിതീയാത്മവൻ. ഭയം ദ്വിതീയ അഭിനിവേശതസ്യാത് ഈശാത് അപേതസ്യ. ഈശ്വരനിൽ നിന്നും വിട്ടുമാറി നിൽക്കുന്നവന് ഭയം ഉപേക്ഷിക്കാൻ പറ്റില്ല എന്ന്. ഭയം ഉണ്ടാവും. ഭയം എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ ലോകത്തിലുള്ള എല്ലാ ആശ്രമങ്ങളും ഭയമാണ്. ഭയം എന്ന് വെച്ചാൽ ഒരു നായിനെ കണ്ടോ, പാമ്പിനെ കണ്ടോ, ഭൂതത്തിനെ കണ്ടോ ഉള്ള പേടിയല്ല. കാമം ഭയമാണ്, കോപം ഭയമാണ്, അസൂയ ഭയമാണ്, സ്ട്രെസ് ഭയമാണ്, ഡിപ്രഷൻ ഭയമാണ്, വിശപ്പ് ഭയമാണ്. നമുക്ക് ജീവിതത്തിലുള്ള ദുഃഖത്തിനൊക്കെ കൂടെ മൊത്തത്തിൽ ഒരു പേര് കൊടുത്തു, ഭയമെന്ന്. ഇതെങ്ങനെ നീങ്ങും? എന്ത് നേടിക്കഴിഞ്ഞാലാണ് ഇത് നീങ്ങുക? ഇതാണോ ചോദ്യം. അല്ലാതെ വളരെ ആഴമായ സാരവത്തായിട്ടുള്ള ചോദ്യമാണ് വിവേകികളൊക്കെ ചോദിച്ചത്. നമ്മള് വേറെ എന്തൊക്കെയോ ഇല്ലേ, സത്സംഗത്തിൽ വന്നാൽ പോലും. ഇപ്പൊ ഒരു അമ്മ ചോദിച്ചു എന്നോട്, സേലത്തിലെ സത്സംഗത്തിലെ കേട്ട് കഴിഞ്ഞു വിഷമം തോന്നും നമുക്ക്. ഇത്രയൊക്കെ കേട്ടിട്ട് ഇപ്പൊ പറഞ്ഞല്ലോ അദ്ദേഹം, ശാന്തി, ശക്തി, ഇതൊക്കെ അവിടെയായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് അവർ വന്നിട്ട് മകൾക്ക് കല്യാണം കഴിയണം, വരൻ ഡോക്ടറായിട്ടിരിക്കണം, അനുഗ്രഹിക്കണം. അതിനാണല്ലോ നമ്മുടെ പണി അല്ലേ? അപ്പോ അവര് ഇത് കേൾക്കാൻ വേണ്ടിയാണ് പാവം 1.5 മണിക്കൂർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നുവെങ്കിൽ കേൾക്കാതെയേ പോയിട്ടുണ്ടാവും അവര്. അപ്പോ ഇതിനൊക്കെയാണ് നമ്മളുടെ ഉള്ളിൽ നമ്മുടെ സങ്കല്പം എന്താണോ, വാസന എന്താണോ, അതൊക്കെയാണ്. അതിനൊക്കെ അതാണ് ഋഷികൾ തീരുമാനിച്ചു. ഓരോ സ്വാമി അവിടെ പ്രതിഷ്ഠ ചെയ്ത് വെച്ചവർ അവിടെ പോയി പറഞ്ഞിട്ട് പോയിക്കോളും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോ ഭയം എന്ന് വെച്ചാൽ അജ്ഞാനമാണ് ഭയം, അവിദ്യയാണ് ഭയം. ഇതിന്റെ മൊത്തത്തിലുള്ള മുതൽക്കൂട്ട് എല്ലാം കൂടെ കൂടിച്ചേർന്നിട്ടുള്ളതാണ് മരണഭയം. നമ്മളെപ്പോഴും എത്രയോ പ്രാവശ്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഒരു ശ്ലോകം, ഭോഗേ രോഗഭയം, കുലേ ച്യുതിഭയം, വിത്തേ നൃപാലാദ് ഭയം, മാനേ ദൈന്യഭയം, ബലേ രിപുഭയം, രൂപേ ജരായാഭയം, ശാസ്ത്രേ വാദിഭയം, ഗുണേ ഖലഭയം, കായേ കൃതാന്താത് ഭയം, സർവം വസ്തു ഭയാന്വിതം, ഭുവി നൃണാം വൈരാഗ്യമേവ അഭയം.
എല്ലാത്തിലും ഭയമുണ്ടത്. ഇങ്ങോട്ട് തിരിഞ്ഞ പേടിയാണ്. ആ പേടി വെച്ചുകൊണ്ടാണ് ജീവിക്കുന്നത് തന്നെ. ആ പേടി മാറാനാണ് ആളുകള് ഇത്ര സയൻസ്, എൻറ്റയർ സയന്റിഫിക് വേൾഡ് എന്തിനാ പ്രവർത്തിക്കണമെന്ന് വെച്ചാൽ ഈ പേടിക്കാതിരിക്കാൻ എന്താ വഴിയെന്ന്. എങ്ങനെയാ അപ്പോ പേടിക്കാതിരിക്കാൻ പറ്റുക? അതിനാണ് ഇത്രയധികം സയൻസ് സൗകര്യങ്ങളൊക്കെ ചെയ്തു തന്നിരിക്കണം. സുരേശ്വരാചാര്യർ പറയണു, നമ്മളൊക്കെ പറയണത് മുക്തി നേടുക വളരെ ബുദ്ധിമുട്ടാണെന്ന്. സുരേശ്വരാചാര്യർ വളരെ ആശ്ചര്യമായിട്ട് വാർത്തകത്തിലൊരു കാര്യം പറയണു, മുക്തി നേടണമൊന്നും ബുദ്ധിമുട്ടേ ഇല്ല, ബന്ധത്തിലിരിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഈ ബന്ധത്തിലിരിക്കാനാണ് ഇത്രയധികം ഈ എന്താണ് ഈ സപ്പോർട്ട് സിസ്റ്റം ഒക്കെ വെച്ച് നിർത്തിവെച്ചിരിക്കുകയാണ്. എന്തിനെയാണ് നിർത്തിവെച്ചിരിക്കണമെന്ന് വെച്ചാൽ മൂക്കിന്റെ അഗ്രത്തിലെ ഒരു നെല്ലിക്കയെ വീഴാതെ വെക്കാനാണ്. അതിനാണ് ഇത്രയധികം കാര്യം. ഇത്രയൊക്കെ മെനക്കെട്ടാലും ഇത്തിരി അശ്രദ്ധയായാൽ അത് വീണുപോകും. മായ വളരെ ശ്രദ്ധയോടുകൂടെ നെല്ലിക്ക വീഴാതിരിക്കാൻ വേണ്ടി പല അറേഞ്ച്മെന്റ് ചെയ്ത് വെച്ചിരിക്കാൻ. എന്നിട്ടും ആളുകൾ മുക്തരായി പോകും. ഇത്തിരി ഒന്ന് വിചാരണം ചെയ്യുമ്പോൾ സ്വതന്ത്രരായി പോകും. മരിച്ചു കഴിഞ്ഞാൽ പലതും പോയി പോകും, ഉറങ്ങിക്കഴിഞ്ഞാൽ പോയി പോകും. എവിടെയെങ്കിലുമൊക്കെ ഒരു ആത്മവിദ്യ ചെവിയിൽ വീണാൽ മുക്തനായി പോകും. ഒരു ഡെലൂഷൻ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്, ഒരു മോഹം. ഈ മൂക്കിൽ നെല്ലിക്ക വെച്ചോണ്ടപ്പോ നമ്മൾ നടക്കണം. അതെത്തിരി അങ്ങടെ ഒന്ന് ചലിച്ചാൽ മതി, അത് വീഴും. അത്രയേ ഉള്ളൂ ഈ ബന്ധത്തിന് കഴമ്പ്. അതിൽ കൂടുതലൊന്നുമില്ല. അതുകൊണ്ടാണ് രമണ മഹർഷി ഇത്ര പെട്ടെന്ന് ജ്ഞാനിയായത്. ഒന്നും വലിയ സാധനയൊന്നും ചെയ്തില്ല. നമ്മൾക്കും അദ്ദേഹത്തിന് വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കണു എല്ലാത്തിനും എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് വിചാരിക്കണം. അദ്ദേഹം അത് വിചാരിച്ചില്ല, അത്രയേ ഉള്ളൂ. ഈ ഉയർന്ന ജ്ഞാനത്തിന് അല്ലെ, ഇപ്പൊ ബുദ്ധന്റെ കഥയൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇവിടെ പോയി തപസ് ചെയ്തു, അവിടെ പോയി തപസ് ചെയ്തു, ഊണ് കഴിച്ചില്ല, പട്ടിണി കിടന്നു, കേൾക്കുമ്പോൾ ആളുകൾക്ക് നല്ല സുഖമാണ്. മരത്തിന്റെ ചുവട്ടില് ചെന്ന് ഇരുന്ന് ഈ ആസനത്തിൽ ഈ ശരീരം ശോഷിച്ചു പോട്ടെ, ഈ എല്ലും മാംസവും ഒക്കെ മണ്ണിൽ അടഞ്ഞു പോട്ടെ, എന്നാലും ആ ബോധം നേടാതെ ഞാൻ എഴുന്നേക്കില്ല. കേൾക്കാൻ നല്ല ഇൻസ്പിറേഷനാണ്. പക്ഷേ അങ്ങനെയൊക്കെ ഒരാള് നേടിയെടുത്തു എന്നൊക്കെ കഥ രാമകൃഷ്ണ പരമഹംസർ വലിയ തപസ് ചെയ്ത കഥയൊക്കെ ഉണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഭഗവാൻ ഇവിടെ ഒരു ഞായറാഴ്ച ഹോളിഡേ ദിവസം വീട്ടിലുള്ളവരൊക്കെ എവിടെയോ കല്യാണത്തിനോ എവിടെയോ പോയ സമയത്ത് അവർ പോകുമ്പോൾ വെങ്കട്ടരാമൻ എന്ന് പറയുന്ന പയ്യനുണ്ടായിരുന്നു. തിരിച്ചു വരുമ്പോൾ ആ പയ്യനെ കാണാനില്ല. അവര് പോകുമ്പോ അവിടെ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. തിരിച്ചു വരുമ്പോ ഒരു നിശ്ചലം, ഒരു ആകാശമേ ഉള്ളൂ അവിടെ. ഭഗവാനോട് ചോദിച്ചു, ആ ജ്ഞാനം നേടാൻ എത്ര നേരമായി ഭഗവാനെ എന്ന് ചോദിച്ചു. സമയം എവിടെ എന്ന് ചോദിച്ചു. കാലത്തിനകത്താണോ അത് നടക്കണത്? അത് ചിലരൊക്കെ പറയും ഞങ്ങൾക്കിങ്ങനെ കിട്ടിയെന്നൊക്കെ പറയും, പക്ഷേ ഫലത്തിൽ കാണില്ല. ഭഗവാന്റെ ജീവിതത്തിൽ ഫലത്തിൽ കാണുന്നു. ബുദ്ധനോ അല്ലെങ്കിൽ സുഖബ്രഹ്മ മഹർഷിയോ ശങ്കരാചാര്യരോ ഒന്നിൽ നിന്നും കുറവല്ല. അതിൻ്റെയൊക്കെ പൂർണ്ണത പോലെ മഹർഷി പ്രകാശിച്ചു. പക്ഷെ ആ ജ്ഞാനത്തിന് എത്ര നേരം വേണ്ടി വന്നു? വളരെ. മാത്രല്ല പറയുകയും ചെയ്തു, അയ്യേ അതിസുലഭം ആത്മവിത്തയേ. അയ്യേ, ഇതിനു പോയിട്ടാണോ വിഷമിക്കണത്? നമ്മൾ ആ കീർത്തനം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. രാവിലത്തെ പ്രഭാഷണത്തില് ആത്മവിദ്യാ കീർത്തനം പ്രഭാഷണം ഉണ്ട്. ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ. അയ്യേ അതിസുലഭം ആത്മവിദ്യയെ. ഈ ആത്മാവിന്റെ ജ്ഞാനം, ആത്മാവിനെ അറിയുന്ന ഈ അറിവ് അതിസുലഭമാണ്, വളരെ ലളിതം, സരളമാണ്. കാരണം അത് നമ്മളുടെ സ്വരൂപമാണ്, നമ്മളുടെ സിദ്ധമായ സ്വരൂപമാണ്. ശ്രദ്ധ അതിലേക്കൊന്ന് തിരികെ വേണ്ടു, കഴിഞ്ഞു. ഹൗ മച്ച് ടൈം ഇറ്റ് വിൽ ടേക്ക് ടു റിയലൈസ് ദ ട്രൂത്ത്? ഒരു ആള് ഗുരുവിനടുത്ത് ചോദിച്ചു, ഒരു സെൻ ബുദ്ധിസം 1 minute വിസ്ഡം എന്നുള്ളൊരു ചോദ്യമാണ്, ഒരു അനക്ഡോട്ടാണ്. അപ്പൊ ഗുരു പറഞ്ഞു, പെർഹാപ്സ് 1 minute, 1 മിനിറ്റാണ്. അപ്പോ ഗുരുവിനടുത്ത് ശിഷ്യൻ പറഞ്ഞു, ഇസ് ഇറ്റ് നോട്ട് ടു ബ്രീഫ്?
No, it is 59 seconds long. 1 മിനിറ്റിൽ നടക്കുമോ? 1 മിനിറ്റ് ഒന്നും വേണ്ട, 59 സെക്കൻഡ് അതിലധികം ഉണ്ട്. എന്താണ്? സൂര്യനെ നോക്കാൻ എത്ര നേരമാണ്? സൂര്യനുണ്ട്, അങ്ങോട്ട് നോക്കിയേ കഴിഞ്ഞു. അതുപോലെ ആത്മാവുണ്ട്, സ്വയം പ്രകാശിക്കുന്നു, ഉള്ളിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു, ശ്രദ്ധിക്കണില്ല. നമ്മൾ പറയുന്ന ദൃഷ്ടാന്തമൊക്കെ എന്താ? കഴുത്തിൽ ഒരു മാല ഇട്ടിട്ട് ഈ മാല കാണാനില്ല, പണിക്കാരി എടുത്തോണ്ട് പോയി, വീട്ടിലേക്ക് വന്ന ആരോ എടുത്തോണ്ട് പോയി, അടുത്ത വീട്ടുകാർ കൊണ്ടുപോയി, ഒക്കെ ഡൗട്ട് ചെയ്തിട്ട് അവസാനം ആരോ പറഞ്ഞു ഇതാ കഴുത്തിൽ തന്നെ കിടക്കണമല്ലോ എന്ന് ഇവിടെ തൊട്ട് നോക്കി. ഇതാണ് സ്വകണ്ഠാഭരണം യഥാ. അതുപോലെ ഇവിടെ അവിടെയൊക്കെ അന്വേഷിച്ചു. അവസാനം തന്നിൽ തന്നെ താനായി അത് പ്രകാശിച്ചു കൊണ്ടിരിക്കണമെന്ന് കാണുമ്പോൾ ഒരു വലിയ മഹാസ്വസ്ഥത വരും. മഹാസ്വാസ്ഥ്യം എന്നാണ് അതിന് പേര്, മഹാസ്വസ്ഥത. അപ്പ ഒരു വിശ്രാന്തി, ഒരു വലിയ വിശ്രാന്തി വരുന്നു. ആ വിശ്രാന്തിയാണ് രമണ മഹർഷിയുടെ രൂപം. ഭഗവാൻ രമണ മഹർഷിയുടെ രൂപം എന്താണെന്ന് വെച്ചാൽ റെസ്റ്റ്ഫുൾനെസ്, വിശ്രാന്തി. ആ അദ്ദേഹം നടക്കുന്നതും ഇരിക്കുന്നതും ഒക്കെ കാണുമ്പോൾ തന്നെ നമ്മളോട് ചോദിക്കുന്നത് പോലെ തോന്നുന്നു, എവിടേക്കാ ഓടണം, എന്താ സാധിക്കാം, എന്തിനാ ഇപ്പൊ ഈ ഓട്ടം, പടപട 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 പടപട, എന്ത് ചെയ്യാനാണ്, എന്ത് നേടിയെടുക്കാനാണ്? എന്നമോ അറിയ എട്ടിക്കുതിപ്പാരടി തന്നൈ അറിയാറടി കിടിയേ സന്ദേഹ ജീവരടി. എന്തൊക്കെയോ അറിയാനായിട്ട് അങ്ങനെ ഹനുമാൻ കടൽ കടന്ന് ചാടിയ പോലെ നമ്മളും ചാടുകയാണ്. ഹനുമാനൊക്കെ ഒന്നുമില്ല, പാവം. ഇവിടുന്ന് നോക്കിയാൽ ശ്രീലങ്ക കാണും, ചാടി, അത്രയേ ഉള്ളൂ. നമ്മൾ ഭൂമിയുടെ അങ്ങാപ്പുറത്തേക്കാ ചാടണം അല്ലേ? നമ്മുടെ പിള്ളേര്, ചെറിയ കുട്ടികൾ 10ാം ക്ലാസ് കഴിഞ്ഞതും വാല് പൊക്കി വെച്ച് ഒറ്റ ചാട്ടാണ്. എന്തിനാ? എന്നമോ അറിയ, എന്തൊക്കെയോ പഠിക്കണം, എന്തൊക്കെയോ നേടിയെടുക്കണം. തന്നൈ അറിയാറടി. അവിടുന്ന് ആളുകൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. എന്തിനാന്ന് വെച്ചാൽ തിരുവണ്ണാമലയിൽ പോയാൽ ഞങ്ങൾക്ക് സെൽഫ് റിയലൈസേഷൻ ഉണ്ടാവും, ഋഷികേശിൽ പോയാൽ യോഗം പഠിക്കാം, അങ്ങനെ കുറെ ആളുകൾ വരുന്നുണ്ട്. അവിടെ നിങ്ങളുടെയൊക്കെ ഒരു ചെറിയ വ്യത്യാസം. കാഞ്ചി പരമാചാര്യരെടുത്ത് ഒരാൾ പറഞ്ഞു, അവരിങ്ങോട്ട് വരണു, നമ്മൾ അങ്ങോട്ട് പോകുന്നു, എന്താ വ്യത്യാസം? രണ്ടുപേരും ചെയ്യുന്നുണ്ടല്ലോ, തെറ്റൊന്നുമില്ലല്ലോ. അപ്പോ പരമാചാര്യർ പറഞ്ഞു, അവര് വരണത് ഭഗവാനെ കിട്ടും എന്ന് പറഞ്ഞിട്ടാണ്. നീ ഇപ്പൊ എന്തിനു പോണു? പണം കിട്ടും, എന്ത് ചെയ്താലാണ് പണം കിട്ടും എന്ന് പറഞ്ഞാണ് പോണം. വ്യത്യാസമുണ്ട്. അവര് വരണത് ഞങ്ങൾക്ക് യോഗ പഠിക്കണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് സെൽഫ് റിയലൈസേഷൻ ഉണ്ടാവും. അപ്പൊ ആ ഭാവനയിൽ തന്നെ ഒരു 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 ഉയർവുണ്ട്, ഒരു ഉത്തുംഗമായ ഭാവനയോടുകൂടിയാണ് വരുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ അങ്ങനെയല്ല. പക്ഷെ പ്രാരബ്ധം, നിയത്തി, കാലത്തിന്റെ പോക്ക്, തെറ്റില്ല. പോട്ടെ, പോണവരൊക്കെ പോട്ടെ. പോപ്പുലേഷൻ ഒരുപാട് അധികമായിരിക്കുന്നു, ബാക്കിയുള്ളവരും മതിയാണ്. ഇനിയും കുറച്ച് പേര് പോയാൽ നല്ലതാണ്. ഇത്തിരി കൂടെ ഒന്ന് സ്പേസ് ഉണ്ടാവണം ഇവിടെ. ഇനിയും പോണോ ആളുകൾ? പല സ്ഥലത്തും ഭൂമി മുഴുവൻ ദിവ്യമാണ്. അവിടെ പോക്കുന്നൊന്നുമില്ല, ഭൂമി മുഴുവൻ ദിവ്യമാണ്. ഇപ്പൊ എല്ലായിടത്തും ഈ ആത്മവിദ്യ പരന്ന് കിടക്കുന്നുണ്ട്. എല്ലാ സ്ഥലത്തും വേണമെങ്കിൽ കിട്ടും, ഒക്കെ പോട്ടെ. ആർക്ക് പണം വേണോ അവരെങ്ങോട്ട് പോട്ടെ, ആർക്ക് ഈ വിദ്യ വേണോ ഇങ്ങോട്ട് വരട്ടെ. ഏതദ്ദേശ പ്രസൂതസ്യ സകാശാദ് അഗ്രജന്മന സ്വം സ്വം ചരിത്രം ശിക്ഷേരൻ പൃഥിവ്യാം സർവമാനവാഹ. മഹാഭാരതത്തിൽ പറയുന്ന ശ്ലോകമാണ്. മനു പറഞ്ഞിട്ടുണ്ട്, ഈ ദേശത്തില് പണ്ടുകാലം മുതലേ ഈ വിദ്യക്കായിക്കൊണ്ട് ആളുകൾ യാത്ര ചെയ്തു വന്നിട്ടുണ്ട്. പലരും യാത്ര ചെയ്തു വന്നിട്ടുണ്ട് ഈ അറിവിനായിട്ട്, ഈ അറിവ് ലഭിക്കുമെന്ന് പറഞ്ഞിട്ട്. അപ്പോ മഹർഷിയുടെ ചരിത്രം, ഈ വിദ്യ വളരെ സുലഭമാണെന്ന് പറഞ്ഞു. എന്താണ് മഹർഷിയുടെ ഉപദേശം? ആത്മവിദ്യയാണ്, വേദാന്തമാണ്, സുസ്പഷ്ടമായ വേദാന്തമാണ്.
കുറച്ചുകൂടെ തെളിവായിട്ട് പറഞ്ഞാൽ ശങ്കരാചാര്യർ എന്തു പറഞ്ഞു അതിൻ്റെ സ്ഫുടീകരണമാണ്. ഭഗവാൻ തന്നെ പറഞ്ഞു, ഒന്നും പുതിയ ടീച്ചിങ് ഒന്നുമല്ല. ആത്മാവിൻ ബോധമരുൾ ആശാനാം ശങ്കരൻ ആത്മാവുക്ക് അന്യനാവനും എന്നകത്തെ ഇരുന്ന് ഇன்று തമിഴ് ചൊല്വാനും അന്നവനன்றി മറ്റു യാരുടനും. എൻ്റെ ഉള്ളിലിരുന്ന് ഇപ്പോ പറയുന്നത് ശങ്കരന്റെ ഉള്ളിൽ ഏതൊരു ശക്തി പറഞ്ഞു അതേ ശക്തിയാണ്, ഒന്നും വ്യത്യാസമല്ല. പക്ഷേ പൂർവപക്ഷം, സിദ്ധാന്തം, വാദം ഇങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. വളരെ സരളമായി നിങ്ങൾക്കൊരു മരുന്നാണ്. പണ്ട് ഇവിടെ ഭാഗവതത്തിന് പാടുമല്ലോ, കല്ല് വേണോന്ന്, കല്ല് വിൽക്കാൻ അല്ലേ? അതുപോലെ നമ്മളിവിടെ മരുന്ന് വിൽക്കലാണ് പണിയിപ്പോൾ. ഇത് മരുന്നാണ്, ഇത് ശുദ്ധമായ ഔഷധം, സിദ്ധൌഷധി, ഒരു ഔഷധമാണത്. ഈ ഔഷധം മലൈമരുന്ന്. അക്ഷരമണമാലയിൽ ഭഗവാൻ പറയുന്നു മലയുടെ രൂപത്തിലുള്ള മരുന്ന്. ആ മരുന്ന് എന്തിനാന്ന് വെച്ചാൽ മലപ്പ് മാറാൻ. നമ്മൾ മലപ്പെന്ന് മലയാളത്തിൽ അങ്ങനെ ഉപയോഗിക്കാറില്ല, തമിഴിൽ പറയും മലപ്പ് എന്നുവെച്ചാൽ മോഹം, സ്വരൂപം അറിയായ്മ, അജ്ഞാനഭ്രമം, അത് മാറാനായിട്ട് മലൈമരുന്നിടനീ മലൈത്തിടവൂ. ഒരു ഗുരു ആത്മവിദ്യ പറഞ്ഞു തരാനായിട്ട് ഉണ്ടായിരുന്നിട്ട് വീണ്ടും മോഹത്തിൽ വീഴാമോ? വീണ്ടും ആ വിദ്യയെ എടുത്ത് ജീവിക്കുന്നതിന് പകരം വീണ്ടും മോഹത്തിൽ പതിച്ചു പോകാമോ? അപ്പോ മലൈമരുന്നായി ഒളിർ അരുണാചല. അരുണാചല ഒരു മലൈമരുന്ന്, മലയിലുള്ള ഒരു ഹിൽ ഹെർബ് ആയിട്ട് ഹൃദയത്തിൽ നീ പ്രകാശിക്കൂ. എൻ്റെ ഉള്ളിൽ അനുഭൂതിയുടെ രസം പകർന്നു തരൂ, അനുഭവസ്വരൂപമായി പ്രകാശിക്കൂ. അപ്പൊ ഇതാണ് അക്ഷരമണമാല. ഈ അക്ഷരമണമാലയുടെ മൂലം രമണ മഹർഷിയുടെ അനുഭവമാണ്. രമണ മഹർഷിയുടെ ജീവിതത്തില് ഈ അനുഭൂതി തുറന്ന ഒരു താക്കോലുണ്ട്. താക്കോൽ, തമിഴില് താക്കോൽ എന്ന് പറയില്ല, ചാവി എന്ന് പറയും. അപ്പോൾ ഞാനൊരിക്കലും രമണാശ്രമത്തിൽ ഒരാളുടെ അടുത്ത് താക്കോൽ എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞു, താ മലയാളത്തിൽ പറയണു. ഞാൻ പറഞ്ഞു മലയാളമാണെന്ന് ആര് പറഞ്ഞു? നിങ്ങൾ തമിഴിലൊരു വാക്ക് പറയൂ താക്കോലിന്. അയാൾ ചാവി എങ്ങനെ തമിഴാവും? അത് ഹിന്ദിയാണ്, അത് ഹിന്ദുസ്ഥാനി വാക്കാണ്. തമിഴിൽ ഒരു വാക്ക് പറയൂ, ഇല്ല. താഴ് ഇടും കോൽ, തമിഴാണത്. നമ്മൾ ഉപയോഗിക്കണു, അവർക്ക് ഇല്ല, അത്രയേ ഉള്ളൂ. അവർക്ക് ആ വാക്കിനെ ഇങ്ങോട്ട് വിട്ടുകളഞ്ഞു. അവര് താഴ് ഇടും കോൽ, താഴ് എന്നുള്ളത് തമിഴാണ്, കോലും തമിഴാണ്. നമ്മളാണ് താക്കോൽ എന്ന് ഉപയോഗിക്കുന്നത്, അവർ ഉപയോഗിക്കണില്ല, അത്രയേ ഉള്ളൂ. പ്രാചീന തമിഴാണ്, ശുദ്ധ തമിഴാണ്. അപ്പോ ഈ ആത്മവിദ്യയെ തുറക്കുന്ന ഒരു താക്കോലാണ് മഹർഷിക്ക് കിട്ടിയതല്ല, കൊണ്ടുവന്നു. ഗീതയിൽ ഭഗവാൻ പറയുന്ന പോലെ രണ്ട് കാരണം പറയാം. മഹർഷിയുടെ ജന്മത്തിൽ വിശ്വാസമുള്ളവർക്ക്, ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സാധാരണ മനുഷ്യനല്ല. അങ്ങനെയാണ് ഭക്തന്മാരുടെ ഒരു ഭാവം. ചിലര് സാക്ഷാത് ദക്ഷിണാമൂർത്തിയായിട്ടും അരുണാചലേശ്വരന്റെ തന്നെ സ്വരൂപമായിട്ടും കണ്ടു. ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, ഡോക്ടർ ടി.എൻ. കൃഷ്ണസ്വാമി അയ്യർ. അദ്ദേഹം ഒരിക്കൽ എന്നോട് പറഞ്ഞു, ഒരു സംവാദത്തിൽ ഒരാളോട്, ഭക്തനോട് പറയണായിരുന്നു, വി നെവർ തോട്ട് ദാറ്റ് ഹി ഈസ് എ ഹ്യൂമൻ ബീങ്, വി ലിവ്ഡ് വിത്ത് ഹിം, വി നെവർ ഫെൽറ്റ് ഹി ഈസ് എ ഹ്യൂമൻ. അങ്ങനെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഉപനിഷത്ത് തന്നെ പറഞ്ഞത് അതാണ്, ബ്രഹ്മവിത് ബ്രഹ്മൈവ. ബ്രഹ്മത്തിനെ അറിഞ്ഞു കഴിയുമ്പോൾ ആ പ്രസൻസിൽ യു ഡോണ്ട് സീ എ ഹ്യൂമൻ ബീങ്. അതെന്തോ ആണ്, എന്തോ ഒരു വസ്തു, ഒരു ചൈതന്യക്കട്ട, അത്രയേ ഉള്ളൂ. നിർവാണം ഘനീഭവിച്ച ഒരു സ്വരൂപം, അത്രയേ ഉള്ളൂ. അതാണ് അഷ്ടോത്തരം എഴുതിയപ്പോൾ അദ്ദേഹം എഴുതി, വിശ്വനാഥസ്വാമി, അമർത്യായ നമഃ എന്നൊരു നാമം. മർത്യനല്ല എന്നാണ്. അങ്ങനെയായിരുന്നു ഭക്തന്മാരുടെ ഭാവന, വിശ്വാസം. ശാസ്ത്രീയമായിട്ട് ഒരു കാരണം അതിന് പറയാം. ബ്രഹ്മസൂത്രത്തില് ഇപ്പോ എത്രയോ പേര് മഹർഷിയുടെ അടുത്ത് നിന്ന് ജ്ഞാനം നേടി, പക്ഷെ എല്ലാവരിലും ഒന്നും അത്രയും
ഉയർന്ന ഒരു ജ്ഞാനനിഷ്ഠ കണ്ടില്ല. രമണ മഹർഷിയിൽ കണ്ട ഒരു ജ്ഞാനനിഷ്ഠ ശങ്കരാചാര്യർക്ക് പോലും പ്രകാശിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല നമുക്ക്. എന്താന്ന് വെച്ചാൽ വാദിക്കേണ്ടി വന്നു, പൂർവപക്ഷ സിദ്ധാന്തങ്ങൾ ചെയ്യേണ്ടി വന്നു, യാത്ര ചെയ്യേണ്ടി വന്നു, എല്ലാം ചെയ്യേണ്ടി വന്നു. ഇതിപ്പോ ഇങ്ങനെ മലയ്ക്ക് പോലും ലജ്ജ വരുന്ന രീതിയിലൊരു മൗനം എന്ന് പറഞ്ഞു മുരുകനാണ്. മല പോലും വിചാരിച്ചു ഞാനും പോലും ഇത്തിരി അനങ്ങിപ്പോവും, ഇതൊരു അനക്കല്ലാന്ന്. അമ്മാ അതിശയം അചലവും നാണ ചുമ്മായിരുന്നതോൾ സ്വരൂപം പോലും. അചലത്തിന് പോലും ഒരു നാണം വരുന്ന രീതിയിലുള്ള ഒരു അചലത്വം. അപ്പൊ അത് ഒരു കർമ്മമില്ല. അപ്പൊ ഈ നിർവിശേഷമായ ഒരു സ്ഥിതി ശുഖബ്രഹ്മ മഹർഷി അവരുടെ കഥയിലൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അങ്ങനെ ഒരു പ്രകാശം ഉണ്ടായി, ഒരു ആവിർഭാവം ഉണ്ടായി. അപ്പോ തോന്നും ഇതൊക്കെ എങ്ങനെ സംഭവിക്കും? മനുഷ്യന്റെ ചില ദോഷങ്ങൾ പ്രകൃതിയിൽ കാണേണ്ടതല്ലേ? അങ്ങനെ ചോദിക്കുമ്പോൾ വ്യാസഭഗവാൻ ബ്രഹ്മസൂത്രത്തിൽ ഒരു കാര്യം പറഞ്ഞു, യാവദധികാരം അവസ്ഥിതി ആധികാരികാണാം എന്ന് പറഞ്ഞു. ഒരു സൂത്രമുണ്ട്, വളരെ വിചിത്രമായ സൂത്രമാണ്. അതിൽ പറയണത് ഈ ജീവൻ മുക്തന്മാരായിട്ടുള്ളവർ, ഈ ബൗദ്ധന്മാർ പറയും ബോധിസത്വൻ എത്രയോ കാലത്തിന് വീണ്ടും വീണ്ടും അവർ വന്നുകൊണ്ടിരിക്കും എന്നൊക്കെ. അപ്പൊ അതുപോലെ ചിലപ്പോഴൊക്കെ തീരുമാനിക്കും അത്ര ചിലര്, ഞാൻ എന്താ വരണു ഭൂമിയിലേക്ക് വരാം, സനത് കുമാരൻ വരൂ എന്നൊക്കെ ശങ്കരാചാര്യർ ഗീതാഭാഷ ആരംഭിക്കുമ്പോൾ പറയുന്നത് ജ്ഞാനത്തിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റേ ഉണ്ടെന്നാണ്. അങ്ങനെയാണ് കാവ്യകണ്ഠ ഗണപതി മുനി രമണ മഹർഷിയെ വിശേഷിപ്പിച്ചത് സനത് കുമാരനെന്നും സുബ്രഹ്മണ്യനെന്നും ഒക്കെ അദ്ദേഹത്തിനൊരു ദർശനം. ആ ഭാവത്തിലാണ് അദ്ദേഹം കണ്ടത്. ഇനിയിപ്പം അങ്ങനെയൊന്നും അല്ലെങ്കിൽ സാധാരണമായി ശാസ്ത്രീയമായി ചിന്തിക്കുകയാണെങ്കിൽ എത്രയോ ജന്മങ്ങളിൽ പരിഭാഗപ്പെട്ട് കർമ്മവിശുദ്ധി വന്നു, ജ്ഞാനം സ്ഫുടമായി, ശരീരവും മനസ്സും ഒക്കെ തന്നെ തപോബലം കൊണ്ട് സംശുദ്ധമായി അല്പം ഒരു ചെറിയ ഒരു വാസന, ആണവമലം എന്ന് പറയും ശൈവ സിദ്ധാന്തത്തിൽ. കർമ്മമലമില്ല, മായാമലമില്ല, ഒരു ചെറിയ അഭിമാനവൃത്തി ഒന്ന് നീക്കേണ്ട ആവശ്യമേ ഉള്ളൂ, പൂർണ്ണമാവും. അതുകൊണ്ട് മാത്രം ഒരു ജനനം. എവിടുന്നോ തത്രതം ബുദ്ധിസംയോഗം ലഭതേ പൗർവദേഹികം. നമ്മളൊക്കെ ഗീത കേട്ടതാണല്ലോ. പൂർവജന്മത്തില് എത്രയോ വേദാന്ത ശ്രവണം ചെയ്തിട്ടുണ്ട്, മനനം ചെയ്തിട്ടുണ്ട്, നിധിധ്യാസനം ചെയ്തിട്ടുണ്ട്. നമ്മളൊക്കെ ഇപ്പൊ ഈ മെഡിറ്റേഷൻ നമ്മൾ ചെയ്തതൊന്നും പോലെ നമ്മൾക്ക് ചിലപ്പോ ഒന്നും കാണില്ല. നമ്മൾ 27 വർഷം കേട്ടുവല്ലോ, എവിടെ ഒന്നും കാണാനില്ലല്ലോ എന്നൊക്കെ തോന്നും. ഒക്കെ അവിടെ കിടക്കും, ഒന്നും നഷ്ടാവില്ല, മുഴുവൻ അവിടെ കിടക്കും. പക്ഷെ ഇപ്പൊ എന്താ പുറത്തു വരാത്ത? അർജുനന് പോലും അങ്ങനെയാണ്. ഗീത കേട്ടു കൃഷ്ണന്റെ അടുത്തുനിന്ന്, തൽക്കാലത്തേക്ക് മാറി നിന്നു ആ അറിവ്. കൃഷ്ണൻ പോയപ്പോ വീണ്ടും അങ്ങോട്ട് ഉദ്ഭവിച്ചു. ഇത്രയും നേരം മാറി നിന്നത് എന്താ കാരണം? ഗീതം ഭഗവതാ ജ്ഞാനം യത്തത് സംഗ്രാമമൂർധനി കാലകർമ്മ തമോരുദ്ധം പുനരധ്യഗമത് വിഭുഹൂന്ന്. ഇത്രയും കാലം എന്തുകൊണ്ടത് പുറമേക്ക് കണ്ടില്ല, അറിവിന്റെ ബലം കണ്ടില്ല എന്ന് വെച്ചാൽ കർമ്മം അനുഭവിക്കാനുള്ളത് കൊണ്ട് ആ കർമ്മം ഒരു ഡ്യൂറേഷൻ, ഒരു ടൈമിനെ ക്രിയേറ്റ് ചെയ്യും. എത്രയും കർമ്മം ഒരു കാലത്തിന്റെ അവകാശമുണ്ടാക്കിയിട്ട് കുറച്ചു കാലത്തേക്ക് ഈ അറിവിനെ പെട്ടിയിലിട്ട് പൂട്ടിവെക്കും. അതാണ് അർജുനന് പോലും സംഭവിച്ചു എന്നാണ് പറയുന്നത്. അപ്പോ അങ്ങനെ അത് കഴിഞ്ഞ് പെട്ടെന്നൊരു ദിവസം ഒരു കാരണമില്ലാതെ ആ അറിവ് അങ്ങോട്ട് പുറത്തേക്ക് വരും. ജനകനെ പറ്റി പോലും പറയണത് അങ്ങനെയാണ്. സഭയില് ഇരുന്ന ജനകൻ ഒരു ദിവസം പല പ്രശ്നങ്ങളുണ്ടാവുമല്ലോ, രാജാവല്ലേ, ഒരുപാട് വിഷമങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും. അങ്ങനെ പൂന്തോട്ടത്തില് വന്ന് സ്വസ്ഥമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് തന്റെ പ്രശ്നത്തിന് എന്താണ് പരിഹാരം എന്ന്. അങ്ങനെ ഇരിക്കുമ്പോൾ യോഗവാസിഷ്ഠം പറഞ്ഞ കുറെ സിദ്ധന്മാരിങ്ങനെ ആത്മവിദ്യ പാടിക്കൊണ്ടുപോയി ഇത്രേ ആകാശത്തിന്. അതിപ്പോ ബാക്കി ആർക്കും കേട്ടില്ല. അദ്ദേഹത്തിന് സമയമായി, റേഡിയോ ട്യൂണായി, ആകാശവാണി ചിലപ്പോൾ നമ്മുടെ തൃശ്ശൂര് വെച്ചാൽ BBC ഒക്കെ വരും. മുമ്പത്തെ റേഡിയോ അറിയുള്ളവർക്ക് അറിയാം, വേറെ എന്തെങ്കിലുമൊക്കെ അടുത്ത വീട്ടിലുള്ള മിക്സി ഒക്കെ കേൾക്കും ചിലപ്പോൾ. അതുപോലെ ജനകന് എവിടെയോ ഉള്ളത് കേട്ടു. പെട്ടെന്ന് അങ്ങോട്ട് എഴുന്നേറ്റിട്ട് വിളിച്ചു പറഞ്ഞു, പ്രബുദ്ധോഹം ദുഷ്ടശോരോ യമാത്മനഃ.
മനോനാമേഹ ഹന്മേഹം മനസാസ്മി ചിരം ഹതഃ. ഇതാ ഞാൻ പ്രബുദ്ധനായിരിക്കുന്നു, ഉണർന്നിരിക്കുന്നു. ഇത്രയും കാലം എൻ്റെ ആത്മാവിൻ്റെ സമ്പത്തിനെ ഹനിച്ചും കൊണ്ടിരുന്ന കള്ളനെ ഞാൻ പിടിച്ചു. അത് മനസ്സാണ്. ഇനി ഞാൻ ഈ മനസ്സിന് സ്പേസ് കൊടുക്കില്ല, അതിനെ ജീവിക്കാൻ അനുവദിക്കില്ല. ഞാനിത് അതിനെ ഇല്ലാതാക്കുകയാണ്. ഇന്നു മുതൽ ഞാനിത് ഫ്രീ ആണ്, സ്വതന്ത്രനായി ഒരു ക്ഷണനേരത്തിൽ. അതെങ്ങനെ സാധിക്കും? എത്രയോ ജന്മത്തിൽ ഒക്കെ പ്രിപ്പയറായി വർക്കിംഗ് ഒക്കെ പൂർത്തിയായി, വിളക്ക് കൊളുത്തി, വിളക്കൊക്കെ റെഡിയാക്കി, എണ്ണ ഒഴിച്ചു, തിരിയിട്ട് വെച്ചു, ഒന്ന് കൊളുത്തേ വേണ്ടു, പിടിച്ചു. അതുപോലെ എല്ലാം പ്രിപ്പയർഡാണ്. അതാണ് മഹർഷിയുടെ ജീവിതവും. മഹർഷിയുടെ ജീവിതത്തിലും അതുപോലെയാണ് ആ വിദ്യ ആരംഭിച്ചത്. 17 വയസ്സിൽ സാക്ഷാത്കൃതാത്മാവായിട്ട് തീർന്നു. എവിടുന്നോ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം റീസെൻ്റായിട്ട് എന്നോട് ചോദിച്ചു, സ്വാമി എപ്പോഴാണ് അധ്യാത്മത്തിലേക്ക് വന്നത് എന്ന് ചോദിച്ചു. ഞാൻ ആലോചിച്ച് നോക്കുമ്പോൾ ഞാനേ ഒന്ന് ആശ്ചര്യപ്പെട്ടു പോയി. എന്താണെന്ന് വെച്ചാൽ ഞാൻ വന്നിട്ടേ ഇല്ല. കുട്ടിക്കാലം മുതൽ ഇങ്ങനെയായിരുന്നു. ഇതോടുകൂടിയാണ് ഇരുന്നത്. ഇതിൻ്റെ ഒരു ഭാവം ഉള്ളിൽ ഉണ്ടായിക്കൊണ്ടേയിരുന്നു. ഒരു പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പുസ്തകം വായിച്ചിട്ടോ, അതൊക്കെ പുറമേക്ക് ചെറിയ ചില കാരണങ്ങളുണ്ട്. നമ്മളുടേതായ അനുഭവം വെച്ച് നോക്കുമ്പോൾ ഒരു ടേണിംഗ് പോയിന്റ് ഒന്നും ഉണ്ടായിട്ടില്ല. കുട്ടിക്കാലം മുതലുണ്ടായിരുന്നു, ഇത് ചെറുപ്പത്തിൽ മുതലുണ്ടായിരുന്നു. ഈ വിദ്യ ഉള്ളിലുണ്ടായിരുന്നു, ഭാവത്തിലുണ്ടായിരുന്നു, ശരിക്കും പറഞ്ഞാൽ അനുഭവത്തിലുണ്ടായിരുന്നു, അറിവുണ്ടായിരുന്നില്ല. അതൊരു 13-14 വയസ്സാവുമ്പോഴാണ് ആ ഭഗവത്ഗീത തുറന്നു നോക്കി, അങ്ങനെ ആരംഭിച്ചു. പിന്നെ ഓരോന്ന് അന്വേഷിച്ചു, ആവശ്യമില്ലാതെ എന്തൊക്കെയോ സാധനമൊക്കെ ചെയ്തു. പിന്നെ ഭഗവാന്റെ അടുത്ത് വരുന്നതൊക്കെ ഒരു 17 വയസ്സ്, 17 അതേ വയസ്സാണ് ഏകദേശം വന്നത്. അപ്പോ ബുദ്ധിസംയോഗം എവിടെ നിന്നും ഉണ്ടാവുമായിരിക്കും. നമ്മളുടെ ലിംഗശരീരത്തില്, എനിക്കൊരു തമാശ പറയാട്ടോ. രമണ മഹർഷിയുടെ ജീവിതകാലത്ത് ഒരാൾ മലയാളത്തിൽ മഹർഷിയുടെ ജീവചരിത്രം എഴുതി. നമ്മുടെ ആളുകൾക്ക് വളരെ വിചിത്രമാണ്. എഴുതി വെക്കുക എന്ന് വെച്ചാൽ ഒരു പ്രമാണവും ഇല്ലാതെ എന്ത് വേണമെങ്കിൽ എഴുതും, എന്തെങ്കിലുമൊക്കെ എഴുതും ആളുകൾ. അപ്പം ഇയാൾ എഴുതി മഹർഷിയുടെ കയ്യിൽ തന്നെ കൊണ്ടുകൊടുത്തു. വെങ്കട്ടരാമൻ, അച്ഛൻ്റെ പേര് സുന്ദരമയ്യർ, അമ്മയുടെ പേര് അഴകമ്മ. ഇതൊക്കെ ഡീറ്റെയിൽസൊക്കെ എഴുതിയിട്ട് കല്യാണം കഴിച്ച് ഗൃഹസ്ഥനായിരുന്നു. ഒരു ദിവസം തോന്നി, അരുണാചലം തോന്നി, അവിടുന്ന് മറിഞ്ഞു. തിരുവണ്ണാമലയിൽ അങ്ങനെ പ്രത്യക്ഷമായി. എന്തൊക്കെയോ കഥകൾ ഇതൊക്കെ എഴുതി മഹർഷിയുടെ കയ്യിൽ കൊണ്ടു കൊടുത്തിട്ടുണ്ട്, കറക്ഷൻ ചെയ്യാനായിട്ട്, പ്രൂഫ് റീഡിങ്. ആള് അത്രയ്ക്ക് സിൻസിയറാണ്. അയാൾ വിചാരിച്ചിരിക്കുക ഇതൊക്കെ കറക്റ്റാണെന്ന്. ആര് പറഞ്ഞു കൊടുത്തോ അറിയില്ല കഥ. മഹർഷി ആകെപ്പാടെ അതിൽ കണ്ട തെറ്റ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മാത്രമാണ്. ആ സ്പെല്ലിംഗ് മിസ്റ്റേക്കൊക്കെ കറക്റ്റ് ചെയ്തിട്ട് പ്രിന്റ് ചെയ്യാൻ കൊടുത്തോളാൻ പറഞ്ഞു. ആ പ്രിന്റർക്ക് അത് വായിച്ചു നോക്കിയിട്ട് ഇത് ശരിയില്ലല്ലോ എന്ന് തോന്നി. തിരിച്ചു വന്ന് കുഞ്ചുസ്വാമിയുടെ കയ്യിൽ കിട്ടി. കുഞ്ചുസ്വാമി അത് എടുത്തു കൊണ്ടുപോയിട്ട് ഭഗവാന്റെ അടുത്ത് കാണിച്ചിട്ട്, ഭഗവാനെ പൊയ്യാ എഴുതിയിരിക്കാ ഭഗവാനെ. അദ്ദേഹത്തിനെ മലയാളം അറിയുള്ളൂ, മഹർഷിക്ക് മലയാളം അറിയാം, കുഞ്ചുസ്വാമിക്ക് അറിയാം. ഭഗവാനെ പൊയ്യാ എഴുതിയിരിക്കാ ഭഗവാനെ, മീതിയെല്ലാം മെയ്യോ ചോദിച്ചു. എല്ലാം പൊയ്, കള്ളമാണ് എഴുതിയിരിക്കുന്നത്, നുണയാണ് എഴുതിയിരിക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ സത്യമാണോ? അയാൾക്കറിയണത് അയാൾ എഴുതി. നിനക്കറിയണത് എന്താണെന്ന് വെച്ചാൽ നീ എഴുതിക്കൊള്ളൂ. അയാൾക്കത് എഴുതിയിട്ട് പൈസ കിട്ടുന്നു എന്നിട്ടാണ് മൂപ്പര് എഴുതിയത്. അപ്പം അയാൾ പൈസ കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞ് മിണ്ടാതിരുന്നതാണ്. അയാൾക്കറിയണത് അയാൾ എഴുതി, നീ എനക്കറിയണത് നീ എഴുതിക്കോ എന്ന് പറഞ്ഞു. അതൊക്കെ എഴുതി വിട്ടു. അപ്പം ഞാൻ തമാശ പറയും, ആ ബാക്കി ഫസ്റ്റ് ഡീറ്റെയിൽ കാര്യമൊക്കെ നമ്മുടെ കാര്യത്തിൽ കറക്റ്റാണ്. അപ്പോൾ നമ്മളുടെ കാര്യം ഭഗവാൻ അങ്ങോട്ട് ഒരു ടിക്കിട്ട് വിട്ടു. അതാണ് നമുക്ക് ജനിക്കേണ്ടി വന്നത്. പേരും അച്ഛൻ്റെ പേരും എല്ലാം കറക്റ്റാണ്, എല്ലാം ഒരേപോലെയാണ്.
അപ്പോ തത്രതം ബുദ്ധിസംയോഗം ലഭതേ പൗർവദേഹികം യതതേച തതോ ഭൂയ സംസിദ്ധൗ കുരുനന്ദന. പെട്ടെന്ന് ഒരു ദിവസം അങ്ങോട്ട് ഉണരുന്നു. ഒക്കെ പുതിയ ഒരു മേഖല തുറക്കുന്നു. അത് ഉള്ളിലുള്ളത് പുറത്തേക്ക് അങ്ങോട്ട് ആവിർഭവിക്കുകയാണ്. തുറന്നു മാറി അതിൻ്റെ അകത്തേക്ക് പിന്നെ വീണു. പഴയതങ്ങോട്ട് മറഞ്ഞുപോയി. ഇത് മഹർഷിയുടെ ജീവിതത്തിൽ നടക്കുന്നത് ആശ്ചര്യം. നോക്കൂ, പുറമേക്ക് നടന്ന കഥകളാണ് നമ്മൾ കേൾക്കുന്നത്. പക്ഷെ മഹർഷി തന്നെ പറയുന്നു, കുട്ടിക്കാലം മുതൽ ആ അനുഭവം ഉള്ളിലുണ്ടായിരുന്നു എന്ന്. വളരെ ചെറുപ്പം മുതൽക്ക് അദ്ദേഹം ഈ സാക്ഷാത്കാരം നേടുന്നതിന് മുമ്പൊക്കെ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൊക്കെ പറയും, അനങ്ങാതെ ഒരു സ്ഥലത്തിരിക്കും നിശ്ചലമായിട്ട്. അതിലൊരാൾ ചേർന്ന് പറഞ്ഞു, എന്താ ഇങ്ങനെ ഇരിക്കണേ? ഇങ്ങനെ ഇരുന്നാൽ നല്ല സുഖമാണ്, നീ ഇരിക്കും എന്ന് പറഞ്ഞു. അത്രയും നാരായണസ്വാമി എന്ന് പറയുന്ന ഒരു ഫ്രണ്ട് അയാളോട്, നീ ഇരിക്കും. അയാൾ ഇരുന്നു. എനിക്ക് പറ്റണില്ലല്ലോ എന്ന്. അയാളുടെ ഭ്രൂമധ്യത്തിൽ കട്ടവിരൽ വെച്ചിട്ട് ഭഗവാൻ ആ സമയത്ത് 10-15 വയസ്സ് ഒരു അമർത്ത് കൊടുത്തു. അത്രയും ഇവിടെ ഒന്ന് നോക്കുന്നു. അദ്ദേഹത്തിന് ഒരു പ്രകാശം മാത്രമൊക്കെ തോന്നി ഒരുപാട് നേരം അങ്ങനെ ഇരുന്നു എന്നാണ്. ഇതൊക്കെ പിന്നാലെ അവർ പറയുന്ന കഥകളാണ്. അപ്പൊ ഇത് ഉണ്ടായിരുന്നു ഉള്ളില് ഗൂഢമായിട്ട്. പക്ഷെ അദ്ദേഹത്തിന് തന്നെ നിശ്ചയമൊന്നുമില്ല, പുറമേക്കൊന്നും അറിയില്ല. അകമയ്ക്ക് ഭഗവാൻ ആ അനുഭവത്തിന്റെ ഗൂഢമായ ഡെപ്പോസിറ്റിന് ഒരു പേര് കൊടുത്തു, അരുണാചലം. ഇവിടുന്ന് അത് വന്നു എന്നറിയില്ല. എവിടെയോ ആ നാമത്തിനെ അനുഭൂതിയുടെ ഉയർന്ന തലത്തിനോടുകൂടെ അസോസിയേറ്റ് ചെയ്ത് വെച്ചു. എന്തോ ആണത്, എന്തോ ആണ്. അങ്ങനെ ഉള്ളിലൊരു ഭാവം ഉണ്ടായി, എന്തോ ആണെന്ന്. ഇപ്പോ തിരുനാളിൽ പോവാർ നന്ദനാർ എന്ന് പറയും. പിന്നാലെ അദ്ദേഹത്തിന് ചിദംബരം എന്താണെന്ന് അറിയില്ല അദ്ദേഹത്തിന്. എന്തോ ആണ്. ചോദിക്കണവരോടൊക്കെ പറയത്തറേ, നാളെ ഞാൻ ചിദംബരത്തിലേക്ക് പോകും, നാളെ പോകും. അങ്ങനെ അദ്ദേഹത്തിന് നാട്ടുകാർ പേരിട്ടു നാളെ പോവാർ. അദ്ദേഹത്തിന് പോവാനേ പറ്റിയില്ല. പക്ഷെ അവസാനം അങ്ങോട്ട് പോയപ്പോ അങ്ങോട്ട് ഇല്ലാതായിട്ട് തീർന്നു എന്നാണ് കഥ. എന്നുവെച്ചാൽ ആ ഭാവമാണ് മുഖ്യമേ. അതിനെക്കുറിച്ചുള്ള ഭാവലോകത്തിലുള്ള ഒരു ഭാവസമ്പത്തി അത് ഭഗവാനില് അരുണാചലം എന്ന് ഗൂഢമായിട്ട് എന്തോ തന്നെ അറിയാതെ തൻ്റെ ഉള്ളില് ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഒരാള് വന്നു. ആരാന്ന് ഇനിയും അറിയില്ല നമുക്ക്. ആരോ സ്വന്തക്കാരനാണ്, ബന്ധുവാണെന്നൊക്കെ പറയുന്നു. ഭഗവാൻ അങ്ങനെ പറഞ്ഞു വിട്ടു. ആരാന്നൊന്നും അറിയില്ല. ഒരു പക്ഷെ ശിവനെ വന്നുണ്ടാവും, അരുണാചലേശ്വരനെ വന്നു എന്ന് പറയണം. വീട്ടിൽ വന്നപ്പോ ഈ കുട്ടി 17 വയസ്സായ ഈ പയ്യൻ ചെന്ന് ചോദിച്ചു, എവിടുന്ന് വരണോ? എങ്കേന്ന് പറയുന്നു. എവിടുന്ന് വരണോ എന്ന് ചോദിച്ചു. തിരുച്ചുഴി ആണ് ഗ്രാമം. മധുരയിൽ നിന്ന് ഒരു 36 കിലോമീറ്റർ ദൂരത്തിൽ. പണ്ട് ദേവാരമൊക്കെ പാടിയിട്ടുള്ള ഗ്രാമമാണ്. സുന്ദരർ ദേവാരമുണ്ട്. ഭൂമിനാഥസ്വാമിയാണ്, ശിവനാണ് ക്ഷേത്ര ദേവത. രാമേശ്വരത്തിലേക്ക് പോകുന്ന വഴിയിലാണ് ഈ ഗ്രാമം. വിവേകാനന്ദ സ്വാമികൾ രാമേശ്വരത്തിൽ വന്ന് ഇറങ്ങി മധുരയിലേക്ക് വരുമ്പോൾ ഈ തിരുച്ചുഴിയിൽ ഒരു രാത്രി താമസിച്ചു. പക്ഷെ അപ്പോൾ ഭഗവാൻ അവിടെ ഇല്ല, അവിടുത്തെ വന്നു തിരുവണ്ണാമലയ്ക്ക്. ആ തിരുച്ചുഴിയിലാണ് ജനിച്ചത്. അവിടെ നിന്നും ഒരു 15 വയസ്സ് കഴിഞ്ഞപ്പോൾ മധുരയിലേക്ക് വന്നു. ഇപ്പൊ ഈ ഇൻസിഡൻസ് ഒക്കെ നടക്കുന്നത് മധുരയിലാണ്. മീനാക്ഷി സുന്ദരേശ്വര നമ്മളൊക്കെ പറയുന്ന മീനാക്ഷി കോവിൽ അല്ലെ, അങ്ങനെയല്ലേ പറയാ? മീനാക്ഷി അമ്പലം എന്നാണല്ലോ പറയാ, മധുരൈ മീനാക്ഷി. പക്ഷെ അത് മധുരൈ മീനാക്ഷിയുടെ കോവിലല്ല, അത് ശിവക്ഷേത്രമാണ്. ചൊക്കനാഥ പെരുമാൻ ശിവൻ സുന്ദരേശ്വര സ്വാമിയുടെ ക്ഷേത്രമാണ്. പക്ഷേ ആ അമ്മ പേര് വാങ്ങിച്ചോണ്ട് പോയി. പലരും അവരെ കണ്ടിട്ട് അങ്ങോട്ട് തിരിച്ചു പോകും. സുന്ദരേശ്വരന്റെ മുമ്പിൽ ചിലപ്പോൾ ആളെ ഉണ്ടാവില്ല. സുന്ദരേശ്വരന്റെ ക്ഷേത്രമാണത്. ആ
ക്ഷേത്രത്തിന്റെ തെക്ക് ഗോപുരം. അവിടെ ആണ് മഹർഷി താമസിച്ച വീട്. നിങ്ങളിപ്പോ പോയാലും മധുരയിൽ ആ വീട് കാണാം. ബുദ്ധന്റെ ബോധം ഉണ്ടായ പ്രയാഗില്, ഗയയില് പോയാല് ആ വടവൃക്ഷമും ഒരു വല്ലാത്തൊരു കരിഷ്മാറ്റിക് പ്ലേസ് ആണ്. അതൊരു ബ്യൂട്ടിയാണ്. ആ വൃക്ഷത്തിന്റെ ചുവട്ടിലിരുന്നു. ആ കഥ കാലാകാലത്തിന് ആളുകളുടെ ഭാവനയെ ആകർഷിച്ചതാണ്. ശ്രീരാമകൃഷ്ണദേവൻ തപസ് ചെയ്തതും ആ ഗംഗയുടെ തീരത്തിൽ, ആ ദക്ഷിണേശ്വരം, അദ്ദേഹത്തിന് തപസ് ചെയ്യാനായിട്ടും സാക്ഷാത്കാരത്തിനുമായിട്ടും അതുണ്ടായി. നമ്മുടെ ഭഗവാന്റെ കഥ പാവം കുറേ ആളുകള് ബോംബെയിലൊക്കെ ഡൊംബുവില്ലിയിലും അവിടെയൊക്കെ താമസിക്കുന്നവർക്ക് അറിയാം. അവിടെ ഉണ്ടവരൊക്കെ ചെറിയ 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 വീടുകൾ, ഒരേ വീട്ടിൻ്റെ ഉള്ളിൽ കുറേ വീടുകൾ. അതുപോലെയുള്ള ഒരു വീട്ടിൻ്റെ ഉള്ളിലാണ് ഇപ്പോ അറ്റ്ലീസ്റ്റ് അത് ഒരു വീടായിട്ടുണ്ട്. ആ മഹർഷിക്ക് ആ അനുഭവം വരുമ്പോൾ 3-4 കുടുംബങ്ങൾ അതിനകത്ത് താമസിച്ചിട്ടുണ്ട്. അതില് ആണ് താമസിച്ചിരിക്കുമ്പോഴാണ് വീട്ടിലേക്ക് ആരോ വരണതും പൊടുന്നനെ ഉള്ളിൽ വന്നു. ഒന്നും ഇല്ലാതായിട്ട് തീർന്നു. അതാണ് കടലിന്മടൈ വിണ്ടതെന്ന്. ചെറിയ ഡാം കെട്ടിവെച്ചിട്ടേ, ചിലപ്പോ നമ്മളിവിടെ പറയില്ലേ, എന്താണ്, മുല്ലപ്പെരിയാർ ഡാം പൊട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പൊട്ടിച്ചോണ്ടിരിക്കുന്നുണ്ട് ഇവിടെ, അല്ലേ? അപ്പോ കടലിനൊരു ഡാം കെട്ടി അങ്ങനെ ഉണ്ടാവുന്നതാണ്. കടലിന്മടൈ വിണ്ടതെന്ന് ഇരു കൺകളും ആനന്ദ കണ്ണീർ ചൊരിയ உடலும் புலகிதமாக என் உள்ளம் உருக உபாயம் செய்தாண்டி சங்கர சங்கர சம்போ சிவ சங்கர 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 சம்போ ശങ്കര ശങ്കര ശംഭോ. അത് പൂര പഠിക്കണം. ആനന്ദക്കളിപ്പ്. അങ്ങനെ കടലിന്റെ ഡാം പൊട്ടിയ പോലെയാണെന്നാണ്. പെട്ടെന്നൊരു ദിവസം കടൽ പൊട്ടിയ പോലെ. അതിന് ആരംഭത്തിൽ ഒരു ചെറിയ ഓട്ട ഉണ്ടാക്കുന്ന പോലെ, ഡാമില് ഓട്ട ഉണ്ടാക്കുന്ന പോലെ ഒരാള് വന്നു. ഈ കുട്ടി കാഷ്വലായിട്ട് ചോദിച്ചു, എവിടുന്നാ വരണമെന്ന് ചോദിച്ചു. അരുണാചലം എന്ന് പറഞ്ഞു. ഒരു ക്ഷണനേരത്തേക്ക് ശരീരം മറന്നുപോയി, ലോകം മറന്നുപോയി, ഞാൻ എന്നുള്ളത് മറന്നുപോയി, എല്ലാം മറന്നുപോയി. വി നരസിംഹസ്വാമി പറഞ്ഞത്, ഒരാൾ മീൻ പിടിക്കാനിരുന്നപ്പോ മീന് വരും എന്ന് പറഞ്ഞ് അനങ്ങാതെ ഇരുന്ന് ചൂണ്ട പിടിച്ചുകൊണ്ടിരുന്നു. അവസാനം വന്നത് വലിയൊരു സ്രാവാണ്. അത് ചൂണ്ട കടിച്ചു. അതോടുകൂടെ മീൻ പിടിക്കാൻ ഇരുന്ന ആളെയും വലിച്ചു കൊണ്ടുപോയി. അതുപോലെയാണ് ഇങ്ങനെ ഈ അനന്തതയുടെ കരയിൽ ഒരു നാമത്തിനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നു. ആ നാമത്തിന്റെ ചൂണ്ട കടിച്ചത് അനന്തമായ വസ്തുവാണ്. അതിന്റെ ലക്ഷ്യാർത്ഥമായത് അനന്ത വസ്തു അങ്ങോട്ട് വിഴുങ്ങിക്കിടന്നു. ഒരു ക്ഷണനേരത്തില് ഇല്ലാതായിട്ട് തീർന്നു. അരുണാചലം എന്ന് കേട്ടു. ഇതൊക്കെ വേറെ ആരെങ്കിലുമൊക്കെ കഥ എഴുതേണ്ട ആവശ്യമില്ല. മഹർഷി തന്നെ അരുണാചല അഷ്ടകം എന്ന് എഴുതിയിട്ടുണ്ട്. അതിൽ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അറിവറും ഗിരിയന അമർത്തറുമമ്മ അതിശയം ഇതൻശയൽ അറിവറിതാർക്കും அறிவர் சிறுவயதது முதல் அருணாச்சலம் மிக பெரிதென அறிவினிலங்க அருகிலனதன் பொருள் அது திருவண்ணாமலை என ஒருவரால் அறிவுறப் பெற்றும் அறிவினை மருளுரு தருகினில் ஏற்க அருகுரும் அவயமித் அச்சலமா കണ്ടേൻ. ഓട്ടോബയോഗ്രഫിയാണ് മഹർഷിയുടെ. ആത്മകഥ പോലെയാണ് പറയുന്നത്. അറിവറും ഗിരിയന, ഈ മലയുണ്ടല്ലോ, അത് കാണുമ്പോ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിലാണ്. ഭൂമിയുടെ ക്രസ്റ്റ് ഫോമായപ്പോ തന്നെ ഫോമായ മലയാണ്. ഇങ്ങനെയൊക്കെയാണ് ഇപ്പൊ പറയുന്ന ആളുകൾ. അറിവരും ഗിരിയന അമൃതരും. പക്ഷെ ഭഗവാൻ പറഞ്ഞു, അമ്മ അതിശയം ഇതൻശയൽ അറിവറിതാർക്കും. ഇതെങ്ങനെയാണ് ഒരു ജീവന്റെ ചിത്തത്തിനെ, മനസ്സിനെ സ്വാധീനിക്കുന്നത് എന്ന് അറിയാൻ വയ്യാണ്. ഒരു കാന്തപർവ്വതം,
ഒരു തരമിതனை ഓർത്തിടുമുയിരിൻ ചേഷ്ടയെ ഒടുക്കി ഒരു തനത് അഭിമുഖമാക ഈർത്ത് തൻപോൽ അചലമാച്ചയും. എവിടുന്നോ ചിന്തിക്കുന്ന ഒരാളുടെ മനസ്സിനെ തൻ്റെ വശത്തിലേക്കാക്കി നിശ്ചലമാക്കുന്ന ഒരു കാന്തത്തിന്, ഒരു മാഗ്നറ്റ് കണ്ടു എന്നാണ് മഹർഷി പറയും. അപ്പോ ആ അചലം അരുണാചലം എന്ന് പറഞ്ഞപ്പോ മറന്നുപോയി. ആരോ വന്ന് പറയണു അരുണാചലത്തിൽ നിന്നൊക്കെ വരാൻ പറ്റുമോ എന്നാണ്. തിരുനെൽവേലിയിൽ ഒരു ഗ്രാമത്തിന് പേര് ശ്രീവൈകുണ്ഠം എന്നാണ്. ചില ആളുകൾ വന്നാൽ എവിടെയാണ് നിങ്ങളുടെ സ്ഥലം? ശ്രീവൈകുണ്ഠം. വളരെ സുലഭമായിട്ടും ഈ ശ്രീവൈകുണ്ഠത്തിൽ പോയിട്ട് വരുമോ? ശ്രീവൈകുണ്ഠത്തിലേക്ക് ബസ്സിൽ പോയിട്ട് വരണോ എന്നൊക്കെ പറയും. ഈ കോട്ടയത്തൊക്കെ ഉണ്ട് ചില സ്ഥലങ്ങൾ, ദേവലോകത്തിലേക്ക്. അതുപോലെ അരുണാചലം എന്ന് കേട്ടതും ഭഗവാന്റെ ഭാവം സശരീരിയായിട്ട് വരാനൊക്കുമോ എന്നാണ്. അരുണാചലത്തിന് പോയി. ഇപ്പൊ ജീവൻ മുക്തി എന്ന് വേദാന്തം, അദ്വൈത വേദാന്തം പറയുമ്പോ ദ്വൈത വേദാന്തം, വിശിഷ്ടാദ്വൈത വേദാന്തം, അതൊക്കെ വേദാന്തം എന്നാണ് അവർ പറയണത്. അതൊന്നും സാധിക്കില്ല എന്നാണ്. അതെങ്ങനെ ജീവൻ മുക്തി? അതിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ആരും തിരിച്ചു വന്ന് പറയും? തിരിച്ചു എന്ന് പറയാനൊന്നും ആളുണ്ടാവില്ല. അദ്വൈതികൾ പറയണത് അങ്ങനെ തിരിച്ചു വന്ന് പറയാൻ ആളില്ലെങ്കിൽ പെർഫെക്റ്റായ ഓത്തന്റിക്കായ ഒരു ശാസ്ത്രവും വരാൻ പറ്റില്ല. ഇതൊക്കെ ആര് പറഞ്ഞു? ഈ ഉപനിഷത്ത് എവിടെ നിന്ന് വന്നു? ഈ ബ്രഹ്മവിദ്യ എവിടെ നിന്ന് വന്നു? അത് അറിഞ്ഞിട്ട് പുറത്തു വന്ന് പറയാൻ ഒരാളില്ലെങ്കിൽ ഇതെങ്ങനെ പറയും? അപ്പോ അതൊരു വിസ്മയം. അത് സാധ്യമാണ്. സത്യത്തിനെ അറിഞ്ഞിട്ട് വേദാഹം ഏതം പുരുഷം മഹാന്തം എന്ന് വേദകാലം മുതൽക്ക് പറഞ്ഞിട്ടുണ്ട്. ഈ പുരുഷനെ ഞാൻ അറിയുന്നു. ആദിത്യവർണം, സൂര്യനെ പോലെ ജ്വലിച്ചുകൊണ്ട് എൻ്റെ ഉള്ളിലിരിക്കുന്ന ഈ പരമപുരുഷനെ അഹം വേദ, ഞാൻ അറിയുന്നു എന്ന് ഋഷി പറഞ്ഞു. പക്ഷെ അറിയും എന്നും പറയാൻ പറ്റില്ല, അറിയില്ല എന്നും പറയാൻ പറ്റില്ല. ഈ ലൗകികമായ ഒരു വസ്തുവിനെ അറിഞ്ഞ പോലെ അറിയുമെന്ന് പറയാൻ പറ്റില്ല. യസ്യാമതം തസ്യമതം മതം യസ്യ ന വേദസ അവിജ്ഞാതം വിജാനതാം വിജ്ഞാതം അവിജാനതാം. കേനോപനിഷത്ത് പറയണം. അറിഞ്ഞു എന്ന് പറഞ്ഞവൻ അറിഞ്ഞിട്ടില്ല, അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞവൻ അറിയണു. എന്നുവെച്ചാൽ ഒരു ഒബ്ജക്റ്റീവ് നോളജ് പോലെയല്ല അറിവ്. എങ്കിലും സത്യസാക്ഷാത്കാരം ചെയ്ത ആളുകളൊക്കെ നെഞ്ചു തൊട്ടു പറയുന്നു, ഞങ്ങൾക്കറിയാം, ഞാൻ അനുഭവിച്ചിരിക്കും. രാമകൃഷ്ണദേവൻ പറഞ്ഞു, നിന്നെ കാണുന്നതിനേക്കാളും അടുത്ത് ഞാൻ ആ സത്യത്തിനെ കാണുന്നു. ബുദ്ധൻ പറഞ്ഞു, ആ അനുഭവം നേടിക്കഴിഞ്ഞിട്ട് ഇങ്ങനെ വരുമ്പോൾ ഒരു കൊച്ചുകുട്ടി ഇങ്ങനെ ആശ്ചര്യമായിട്ട് കണ്ടു ചോദിക്കുകയാണ്, അങ്ങ് ആരാണ്? ദേവനാണ്? അല്ല. അങ്ങ് ബ്രഹ്മാവോ വിഷ്ണുവോ മറ്റോ ആണോ? അല്ല. പിന്നെ അങ്ങ് ആരാണ്? എന്തെന്ന് വെച്ചാൽ ഒരു മനുഷ്യനെല്ലാം തോന്നുകയാണ്. ഞാൻ ബുദ്ധനാണ്. അതാണ് ആദ്യമായിട്ട് അദ്ദേഹം പറഞ്ഞ വാക്കതാണ്, ഞാൻ ബുദ്ധനാണ് എന്ന് പറഞ്ഞു. ബുദ്ധൻ എന്ന് വെച്ചാൽ എന്താ? ഉണർന്നവൻ. ഇത്ര കാലം ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഇപ്പൊ ഞാൻ ഉണർന്നിരിക്കുന്നു, ഞാൻ ബുദ്ധനാണ്. അപ്പോ ആ സത്യം അറിഞ്ഞിരിക്കുന്നു, ആ വസ്തു അറിഞ്ഞിരിക്കുന്നു. അപ്പോ ആ അറിവിനെയും നിഷേധിക്കാൻ പറ്റില്ല. എങ്കിലും ഒബ്ജക്റ്റീവ് നോളേജ് പോലെ അല്ല അത് പറയണത്. എങ്കിലും ആ സത്യം അനന്തത അവിടെ ആവിർഭവിച്ചിരിക്കുന്നു. അതാണ് അറിവറും ശിറുവയതത് മുതൽ, വളരെ വളരെ ചെറിയ കൊച്ചു വയസ്സ് മുതൽക്ക് അരുണാചലം മികപ്പെരിത് എന്ന് വെച്ചാൽ അനന്തമായി അരുണാചലത്തിനെ കുറിച്ചുള്ള ഒരു ഭാവന ഉള്ളിലുണ്ടായിരുന്നു. അതെന്തോ ആണ്, അലൗകികമാണ് എന്നൊരു ഭാവന ഉണ്ടായിരുന്നു. അത് തിരുവണ്ണാമലയന് ഒരുവരാൽ അറിവുറപ്പെട്ടു. അരുണാചലമാ എന്ന് ചോദിച്ചിട്ട് ആ 17 വയസ്സ് യുവാവ് സമാധിയിൽ നിന്നു. കുറച്ചു നേരത്തേക്ക് എല്ലാം മറന്നുപോയി. പക്ഷേ ചിലപ്പോ ആന്റി ക്ലൈമാക്സ് എന്ന് പറയണ പോലെ ചോദിച്ചു, അതെവിടെയാണെന്ന് ചോദിച്ചു. ഈ അധ്യാത്മ അനുഭൂതികളൊക്കെ വരുമ്പോഴേ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാൻ പാടില്ല. നിങ്ങൾ അതിനെ പോയിട്ട് എക്സ്പ്ലോർ ചെയ്ത് പോയാൽ അവസാനം സൈക്കാട്രിസ്റ്റ് പറയും കെമിക്കൽ ഇംബാലൻസ് ആണെന്ന് പറയും, തലയ്ക്ക് സൂക്കേടാണെന്ന് പറയും. അതുകൊണ്ട് ആ അനുഭവത്തിന്റെ രസത്തിനെ അങ്ങനെ എടുക്കാൻ കഴിയണം, അല്ലേ? അപ്പോ ചിലപ്പോൾ അത് വേറെ സ്ഥലത്ത് പോയി നിൽക്കും.
വളരെ ജാഗ്രത. അതാണ് വാൾത്തലയുടെ മേലെ നടക്കണ പോലെയാണെന്ന് പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു അത് തിരുവണ്ണാമലൈ. ഇപ്പൊ നമ്മൾ അരുണാചലം കാണണമെങ്കിൽ തിരുവണ്ണാമലയിൽ പോകും അല്ലേ? പക്ഷെ ശരിക്ക് വേദാന്തപരമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ വെങ്കടാചലം സാർ പറഞ്ഞ പോലെ അപ്പോൾ തിരുവണ്ണാമലയിൽ പോകണം. തിരുവണ്ണാമലയിലൊന്നും പോകാൻ പാടില്ല. ശരിക്കും അരുണാചലം എന്ന് കേൾക്കുമ്പോൾ അരുണാചലം എൻ ആത്മാ, അതെൻ്റെ ആത്മസ്വരൂപമാണ് എന്ന് അറിഞ്ഞ് ഇവിടെ തന്നെ പൂർണ്ണമായിട്ട് ഇരിക്കണം. തിരുവണ്ണാമല പോകുന്നത് കൊണ്ട് തെറ്റല്ല, എവിടെ വേണേ. പക്ഷെ തിരുവണ്ണാമലയിലാണ് അരുണാചലം എന്ന് ധരിച്ചു കൊണ്ടുപോകാൻ പാടില്ല. പക്ഷെ ഭഗവാൻ പറയണത് അത് തിരുവണ്ണാമലയാണെന്നൊരു മിസ്ഇൻഫർമേഷൻ തന്നു എനിക്ക് എന്നാണ്. അറിവിനെയും അരുളുറുത്ത് എന്ന് വെച്ചാൽ അറിവിന്റെ ഫലമായിട്ടുള്ള വസ്തു ഇവിടെ തന്നെ ഇരിക്കുമ്പോ, താനായിട്ടിരിക്കുമ്പോ, തന്നിൽ തൻ്റെ തന്നെ സ്വരൂപമായിട്ടിരിക്കുമ്പോ അതിന് ഒരു ട്രെയിനിൽ കയറണമെന്നും ബസ്സിൽ പോകണമെന്നും നടന്നു പോകണമെന്നും അവിടെ ചെന്ന് ദേശകാലങ്ങളുടെ ഹെൽപ്പ് സ്വീകരിച്ചു കൊണ്ടുപോയി കാണേണ്ട ഒരു സ്ഥലമാണെന്നൊക്കെ ഒരു മിസ്ഇൻഫർമേഷൻ ടെമ്പററി ആയിട്ട് എനിക്ക് വന്നു. അത് നമുക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം, ഈശ്വരന്റെ കൃപ ആ ശരീരത്തിനെ അങ്ങോട്ട് കൊണ്ടുപോകണം, അതിനു വേണ്ടി ചെയ്തു എന്നാണ്. മധുരക്കാരൊക്കെ പറയും ഞങ്ങൾ ഇവിടെ സുന്ദരേശ്വരനും മീനാക്ഷിയും കൂടെയാണ് കൊടുത്തത്, അണ്ണാമലയാർ അടിച്ചു കൊണ്ടുപോയി ലോട്ടറിയിൽ നിന്ന് പൊക്കിക്കൊണ്ടുപോയി എന്ന് പറയവര്. സാക്ഷാത്കാരം ഉണ്ടായത് ഇവിടെയാണ്, ഹാലാസ്യ ക്ഷേത്രത്തിലാണ് സാക്ഷാത്കാരം ഉണ്ടായത്. എന്താണ്? ദ്വാദശാബ്ദസ്ഥലേ ലബ്ധ വിദ്യോദയായ നമഃ. അഷ്ടോത്തരത്തിന് വരെയാണ് ഈ അഷ്ടമഹാവിദ്യകൾ. ഈ ശ്രീവിദ്യാപ്രകാരം വളരെ പ്രാധാന്യമേറിയ ഒരു സ്ഥലമാണ് മധുരൈ. അപ്പൊ അവിടെ ആണ് ഈ ആത്മവിദ്യ പ്രകാശിച്ചത്. പക്ഷെ അരുണാചലേശ്വരർ പതുക്കെ പൊക്കിക്കൊണ്ടുപോയി. അത് മുരുകനാർ പറയണത് എവിടെയാ കിട്ടുക ഒരു ജ്ഞാനി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചിദംബരത്തിൽ നടരാജാവിനെ എല്ലാവരും പാട്ടുപാടുന്നു, തിരുവാരൂർ തിരുവയ്യാറപ്പനെ സുന്ദരർ പാടി, ഇവരൊക്കെ പാടിയിട്ടുണ്ട്. പക്ഷെ ആരും അരുണാചലേശ്വരനെ സെന്ററിൽ പാടിയിട്ടില്ല. ഒരു അണ്ണാമലയാർ ഒരാളെ ട്രൈ ചെയ്ത് നോക്കി, അരുണഗിരിനാഥൻ എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ പറന്ന് ആ അഡ്രസ്സിൽ തന്നെ ഉള്ള ഒരാളെ ഗോപുരത്തിന്റെ മേലെ തള്ളിവിട്ടു. അരുണാചലം എന്ന് പറയുമെന്ന് വെച്ചാൽ മുരുക എന്ന് പറഞ്ഞു മൂപ്പര്. നടന്നില്ല. അദ്ദേഹവും തിരുപ്പുകൾ പാടി മുരുകനെ പാടി അവിടെ അവിടെയൊക്കെ പോയിട്ട് വന്നു, അതും നടന്നില്ല. അപ്പൊ അരുണാചലേശ്വരൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടിരുന്നു, ആരെയാ കിട്ടുക എന്ന് പറഞ്ഞിട്ട്. എന്നിട്ടാണ് ആ വല അങ്ങോട്ട് ഇട്ട് മധുരയിൽ ഒരു 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 മീന് കിട്ടി. ചിന്തിത്ത് അരുൾപ്പട ചിലന്തി പോൽ കട്ടി ശിരയിട്ട് ഉണ്ടനൈ അരുണാചല. അവിടുന്ന് വലിച്ചു കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് വെച്ചാൽ പാട്ട് പാടണ്ടേ? ഒരു പാട്ടും ഇല്ല, ഒന്നുമില്ല. പാട് നോക്കിയിരിക്കുകയാണ്, ഒരു പാട്ടില്ല, ഒന്നുമില്ല. അപ്പോഴാണ് പറഞ്ഞ അമ്മാ അതിശയം അചലവും നാണ ചുമ്മായിരുന്നതോ സ്വരൂപം അചലം. അപ്പോഴാണ് ഈ മുമ്പ് ഞാനൊരു പാട്ട് പാടിയല്ലോ, അത് ചില ഭക്തന്മാർ പറയണത് അരുണാചലേശ്വരൻ തന്നെ ഒരു സിദ്ധപുരുഷന്റെ രൂപത്തിൽ വന്ന് പാടിയെന്നാണ്. മഹർഷിയുടെ മൗനത്തിനെ കുറിച്ച് പാടി 5 പാട്ടുകൾ. എന്നിട്ട് പറഞ്ഞു അത്ര, ഇനിയെങ്കിലുമൊക്കെ ഒന്ന് പാടി തുളയ്ക്കുക, ഇനിയെങ്കിലുമൊക്കെ പാടുമെന്ന് പറഞ്ഞു അത്ര. അപ്പോഴാണ് ഈ അക്ഷരമണമാല വന്നത് എന്ന് ഇവർ പറയും. അത്രയും കാലം അതും പാടിയില്ല, ഒന്നും പുറത്തേക്ക് വന്നില്ല, തൻ്റെ അനുഭവം ഒന്നും പുറത്തു വിട്ടില്ല, യാതൊന്നും പുറത്ത് പറഞ്ഞില്ല. അപ്പോ ഈ അരുണാചലം എന്ന് കേട്ടു. ഇത് ആദ്യത്തെ ഓപ്പണിംഗ് ആണ്. ഉള്ളിലൊരു ചെറിയ ഒരു തടിൽ ലതാസമരുചിഹി എന്ന് ലളിതാ സഹസ്രനാമത്തിൽ പറയുന്ന പോലെ ഒരു ഇടിമിന്നൽ പോലെ കുറച്ചു നേരത്തേക്ക് ഒരു അനുഭവം. ആ അനുഭവം കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പാണ് പെരിയ പുരാണം, ഈ പുസ്തകങ്ങളൊക്കെ എടുത്ത്. അപ്പം നോക്കൂ, ഇനീഷ്യേഷൻ കഴിഞ്ഞാലേ പലരും ചോദിക്കും, ഭാഗവതമൊക്കെ നമ്മൾക്ക് ദീക്ഷ കൂടാതെ വായിക്കാമോ, ഗീത ദീക്ഷ കൂടാതെ വായിക്കാമോ? ഈ ദീക്ഷ എന്താണെന്ന് വെച്ചാൽ ഇതാണ്, ഉള്ളിൽ ഒരു ചെറിയ അനുഭവത്തിൻ്റെ ഒരു സ്ഫൂർത്തി വന്നു കഴിഞ്ഞാൽ അതൊക്കെ തുറക്കുമ്പോൾ അർത്ഥം വരും. അല്ലെങ്കിൽ ആ പുസ്തകം വീട്ടിലേ ഉണ്ടാവും. പല ആളുകളും നമ്മളെയൊക്കെ വിളിച്ചിട്ട് പറയും,
ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ മുത്തശ്ശൻ വായിച്ച ഒരുപാട് സ്പിരിച്വൽ ബുക്സ് ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്തോളൂ. നിങ്ങൾ അത് പല പുസ്തകങ്ങളും തൊട്ടിട്ടുണ്ടാവില്ല. ചില പുസ്തകമൊക്കെ നമ്മളിങ്ങനെ തൊട്ടാൽ മതി, അതങ്ങനെ എടുത്ത് പിന്നെ ഇങ്ങനെ ഇടാം, അത്ര പൊടിയാവും. അവർ തൊട്ടില്ല. എന്താന്ന് വെച്ചാൽ എവിടെയെങ്കിലുമൊക്കെ തുറന്നു നോക്കി വല്ലതും ആയാലോ. അതുകൊണ്ട് സേഫായിട്ട് വായിക്കാതെ ഓൾറെഡി തലയ്ക്ക് വെളിവില്ലാത്ത ആരുടെയെങ്കിലും കയ്യിൽ കൊടുത്തു വിട്ടാൽ നമ്മൾ രക്ഷപ്പെടും. അപ്പോൾ ആരെങ്കിലും നിങ്ങൾ കൊണ്ടുപോകണോ അവർ കൊണ്ടുപോകണോ ചോദിക്കും, പുസ്തകം തുറന്ന് വായിക്കൊന്നുമില്ല. അപ്പോൾ വീട്ടിൽ ഉണ്ടായിരുന്നു പെരിയ പുരാണം. ഭഗവാൻ തന്നെ പറയണു സ്പിരിച്വൽ ബുക്സ് ഒന്നും വായിച്ചിട്ടില്ല കാര്യമായിട്ട്. സ്കൂളിൽ പഠിക്കുമ്പോൾ കുറച്ച് ദേവാരം, തിരുവാചകം, ഇതൊക്കെ കുറച്ച് തമിഴ് പാട്ടുകളൊക്കെ പഠിച്ചിട്ടുണ്ടെന്നല്ല, സ്പിരിച്വൽ ബുക്സ് ഒന്നും വായിച്ചതായിട്ടില്ല. പക്ഷേ തിരുപ്പുറംകുன்றത്തിൽ കോവിലേക്ക് പോകുമ്പോൾ അവിടെ പോകുമ്പോഴും അതൊക്കെ ചെയ്തിട്ടുണ്ട്. മീനാക്ഷിയുടെ സന്നിധിയിലേക്ക് പോകും. എന്തിനാ പോകണമെന്ന് വെച്ചാൽ കളിക്കാനാണ്. അവിടെ പോയി കളിച്ചിട്ട് വരും. ഈ അനുഭവത്തിന് ശേഷം മാറി പെരിയ പുരാണം വായിച്ചു. ആ പെരിയ പുരാണം പോലും ഒരു മിസ്റ്ററിയാണ്. നിങ്ങളെടുത്ത് വായിച്ചാൽ ചിലപ്പോൾ നിങ്ങൾ രുചിക്കില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്നും. പല വിധത്തിലുള്ള ആ കഥകളൊന്നും നമ്മളെ കൊണ്ട് ചിലപ്പോൾ രസിക്കാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു അതുപോലും ഭഗവാൻ മുഴുവനൊന്നും വായിച്ചിട്ടുണ്ടാവില്ല. അതിൽ കുറച്ച് കഥകളൊക്കെ വായിച്ചപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ഭക്തി. എൻപുറുക്കും അൻപർത്തം ഇൻസൊർകൾ ചെവിയുമെൻ പുൻമൊഴികൊട അരുൾ അരുണാചലൻ തൂയ്മന മൊഴിയ തോയുമൊൻ മെയ്യകം തോയവേ അരുളൻ അരുണാചലൻ. ചിത്തം ശുദ്ധമായി, മനസ്സ് ശുദ്ധമായി, അത്യത്ഭുതമായ അനുഭൂതിയുടെ വാക്കുകൾ ഉച്ചരിക്കുന്ന മഹാപുരുഷന്മാരുടെ അനുഭൂതി എനിക്കൊന്ന് തരുമോ എന്നാണ്. അവരുടെയൊക്കെ വാക്കുകൾ കേട്ടതല്ലേ എൻ്റെ വാക്കും കേൾക്കുന്നവരുടെ. അപ്പോൾ അങ്ങനെയുള്ള ആ അനുഭൂതിമാന്മാരുടെ കഥകളൊക്കെ കേട്ടിട്ട് ആ കഥകളൊന്നും ഈ ഭഗവാന്റെ എക്സ്പീരിയൻസ്, ഈ നോളേജ് വേദാന്തമായിട്ട് കണക്ഷനേ ഇല്ല. ശിവൻ വരും, കല്യാണം കഴിച്ചു വെക്കും, കല്യാണത്തിന് മുടക്കും, ശിവൻ കൂടെ നടക്കും. ഭക്തന്മാരുടെ കൂടെ ശിവൻ ഒരു വ്യക്തിയായിട്ട്, ആളായിട്ട് മുമ്പിൽ വന്ന് കളിച്ച് രസിച്ചവരുടെ ലൈഫിൽ ഒരു പാർട്ട്ണറായിട്ട് വന്നിട്ട് പോകും. അങ്ങനത്തെ കഥകളാണ്. ആ അത്ര ഇന്നസെന്റ് മൈൻഡാണ്. ഇറ്റ് വാസ് നോട്ട് അറ്റ് ഓൾ എ റാഷണൽ മൈൻഡ്. അതാണ് ആശ്ചര്യം. ലോകത്തിലെ റാഷണാലിറ്റിക്കൊക്കെ തന്നെ പെർഫെക്റ്റ് ഫിറ്റായിട്ട് ഒരു ടീച്ചിങ് കൊടുത്ത മഹർഷി പേഴ്സണലി ഭഗവാൻ പറഞ്ഞു, എൻ്റെ കോൺസെപ്റ്റ് ഓഫ് ഗോഡ്, ഈശ്വരൻ എന്ന് പറയുന്നത് കൈലാസത്തിലുള്ള ശിവനും വൈകുണ്ഠത്തിലുള്ള വിഷ്ണു ഒക്കെ ആയിരുന്നു. എന്തോ ആ കഥകളിലുള്ളതൊക്കെ അറിയുള്ളൂ, വേറൊന്നും അറിയില്ല. വിവേകാനന്ദ സ്വാമികൾ ഷിക്കാഗോയിൽ വലിയ വിജയമൊക്കെ കഴിഞ്ഞ് മധുരയ്ക്ക് വരാൻ പോകുന്നു. അപ്പോൾ ജനങ്ങളെ അറിയിക്കാൻ വേണ്ടി ഒരു ചെറിയ ചെറിയ പാംപ്ലെറ്റ്സ് കൊടുത്തു. അപ്പോൾ അതിൽ ആ ഷിക്കാഗോ അഡ്രസ്സസ്, ആ ബുക്ക് മഹർഷിയുടെ വീട്ടിലുണ്ടായിരുന്നു. അപ്പൊ ഭഗവാൻ പറഞ്ഞു, അതിന്റെ പേരേ എനിക്ക് വായിക്കാൻ പറ്റില്ല, വൈവേകാനന്ദ വൈവേകാനന്ദ എന്ന് വായിച്ചുകൊണ്ടിരുന്നത്. അത് വായിക്കാൻ പോലും പറ്റില്ല. അതുപോലും വായിക്കാൻ ഉള്ള ഒരു ഇതുണ്ടായിരുന്നില്ല. പഠിപ്പിലും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. പല മഹാപുരുഷന്മാരുടെയും സ്റ്റോറി ഏകദേശം ഒരേപോലെയാണ്. പഠിപ്പിൽ ഇൻട്രസ്റ്റ് ഇല്ല. പള്ളിക്കൂടത്തിന് നമുക്ക് സംബന്ധമില്ല എന്നുള്ള മട്ടിലാണ്. ഒരു നമ്പൂരി പറഞ്ഞു, നല്ല ഭാഗവതനാണ്. അദ്ദേഹത്തിനോട് ഇങ്ങനെ സ്കൂളിൽ എന്തോ ചോദിച്ചു, നമ്മളീ സ്വാമി സ്കൂളിൽ പോയതൊക്കെ മഴ പെയ്യുമ്പോൾ കയറി നിൽക്കുകയോ അല്ലെങ്കിൽ ഇലക്ഷന് വോട്ട് ചെയ്യാൻ പോവുകയോ അതൊക്കെ ഉള്ളൂ സ്കൂൾ, അതിന് മേലെ ഒന്നും കയറിയിട്ടില്ല എന്നാണ്. നല്ല ശാസ്ത്രജ്ഞനായിരുന്നു, നല്ല ഭക്തനായിരുന്നു. അപ്പം അതേപോലെ ഭഗവാന് സ്കൂളൊക്കെ പോയി പഠിച്ചു, പക്ഷെ അതും പഠിപ്പിലൊന്നും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. ഭാരതിയാർ അത്ര വലിയ കവി, അദ്ദേഹം അങ്ങനെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അച്ഛൻ പറഞ്ഞു, കണക്ക് ഇടണമെന്ന് പറഞ്ഞു. കണക്ക് കുണക്ക് മാ മിണക്ക് എന്ന് പറഞ്ഞ ആദ്യത്തെ കവിത അതായിരുന്നു. കണക്ക് കുണക്ക് മാ മിണക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊന്നും ബുദ്ധിയിൽ പോകുന്നില്ല എന്നർത്ഥം. അതിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ല, അതിൽ മനസ്സ് പോയില്ല. പല ആളുകളും എന്നോട് പറയണം, സ്വാമി ഇങ്ങനെ പറഞ്ഞ് ഞങ്ങളുടെ കുട്ടികളൊക്കെ കേടുവന്ന് പോയി. ശരിക്കും എനിക്ക് ഓർമ്മയുള്ളൂ, മൂപ്പരുടെ പേരക്കുട്ടി
സ്വാമിയുടെ നല്ല സംഗീതം പഠിക്കുന്ന കുട്ടി അവിടെ വരേണ്ടതാണ്, വന്നിട്ടില്ല. വയലിൻ വായിക്കും, ഫ്ലൂട്ട് വായിക്കും. അപ്പോൾ സ്വാമിയുടെ അടുത്ത് പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞു. ഭഗവാനെ നല്ലവണ്ണം വയലിൻ വായിക്കാൻ കഴിയണേ. കുട്ടി പ്രാർത്ഥിച്ചു, നല്ലവണ്ണം വയലിൻ വായിക്കും. ഫ്ലൂട്ട് വായിക്കണം പ്രാർത്ഥിച്ചു. നല്ലവണ്ണം പഠിക്കണേ. അതെന്തിനാ? ഞാൻ പറഞ്ഞു നല്ല ലക്ഷണമാണ്. ലക്ഷണം നല്ലതാ. ഈ വേണ്ടാത്തതൊക്കെ പഠിച്ച് എന്തിനൊക്കെ ഓർമ്മ വെച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ തലയിൽ കയറ്റി വെച്ചു. അപ്പോൾ ഭഗവാൻ അതിലൊന്നും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല കുട്ടിക്കാലത്ത്. എങ്കിലും സ്കൂളിലൊക്കെ പോയി വരും. ഉറങ്ങാതിരിക്കാൻ കുടുമയിൽ കയറ് കെട്ടിയിട്ട് ചുമരിലുള്ള ആണിയിൽ കെട്ടിയിട്ടിരുന്നു അത്ര ക്ലാസ്സിൽ. നോക്കൂ, പുറമേക്ക് അതായിരുന്നു പേഴ്സണാലിറ്റി, അങ്ങനെയായിരുന്നു. അപ്പോ ഈ അരുണാചലം എന്നൊക്കെ കേട്ടതും ഉണ്ടായ ഒരു വലിയ വഴിത്തിരിവ്, ഉള്ളിലൊരു അനുഭൂതിയുടെ സമുദ്രം അങ്ങോട്ട് തറന്നു. ആള് മാറിപ്പോയി. ശരിക്കും ആ മരണാനുഭവമല്ല കാരണം, ഇതാണ് ഈ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇതാണ് പെയർ നിനത്തിടവേ പിടിത്തെഴുത്തനെ. അരുണാചലം എന്ന് ചെവിയിൽ വീണതും ഉള്ളില് മറ്റൊരു ഡയമെൻഷൻ അങ്ങോട്ട് തുറന്നു. ഒരു പാരഡൈം ഷിഫ്റ്റ്, ഒരു അനന്തതയുടെ വാതിൽ തുറന്നു. പെരിയ പുരാണമൊക്കെ എടുത്ത് വായിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഒരു അൻപ്, ഒരു പ്രിയം, ഒരു ഭക്തി, കാതൽ പെരുക്ക് എന്നാണ് പറയുന്നത്. ഇമ്മൻസ് ലവ്, ബോൺ മെൽറ്റിംഗ് ലവ്, അതാണ് വാക്ക്. എൽമ്പുരുക്കും അൻപ് എന്നാണ്. എൽമ്പുരുക്കും അൻപ് എന്ന് വെച്ചാൽ എല്ലിനെ ഉരുക്കുന്ന ഒരു പ്രേമം. എന്തൊരു വാക്കാ അല്ലേ? എല്ലിനെ, ബോൺ മെൽറ്റിംഗ് ലവ്, അത്തരത്തിലുള്ള ഒരു പ്രിയം. അതൊക്കെ ആ പുസ്തകം തുറന്നു നോക്കിയപ്പോൾ ഉള്ളിൽ തോന്നിയെന്നാണ്. ഓ, ഇങ്ങനെയൊക്കെ സാധിക്കുമോ? ഇങ്ങനെയൊക്കെ ഈശ്വരൻ നമ്മളുടെ ജീവിതത്തിൽ വന്ന് കളിക്കുക, അതൊക്കെ സാധിക്കുമെന്ന്. അങ്ങനെയൊക്കെ ഒരു കോമൺ പ്ലെയിനിലാണ് ഇരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു വേറൊരു വാതിൽ അങ്ങോട്ട് തുറന്നു. ഈ ആത്മസാക്ഷാത്കാരം എപ്പോൾ വരും എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ ഈശ്വര ദർശനത്തിന് വേണ്ടി മന്ത്രം ജപിക്കും, ഉണ്ടാവുന്നത് സാക്ഷാത്കാരമായിരിക്കും, ആത്മ അനുഭവമായിരിക്കും. അതാണ് സമ്പാദിഭ്രമം എന്ന് വിദ്യാരണ്യ സ്വാമി പറയുന്നത്. എന്തോ ധരിച്ചു പോയി, കിട്ടുന്നത് വരെ എന്തോ ആണ്. ഗുരുവിൻ്റെ അടുത്ത് പോകുമ്പോഴും അങ്ങനെയാണ്. എനിക്ക് കിട്ടേണ്ടത് എന്തോ ആണെന്ന് വിചാരിക്കും, പക്ഷെ കിട്ടുന്നത് വരെ എന്തോ ആണ്. ചിപ്പി എടുക്ക വந்த എൻ കയ്യിൽ നല്ല മുത്തു കൊടുത്തനാഥ. ഒരു ഭക്തൻ പാലക്കാട് ഉണ്ടായിരുന്ന ഡോക്ടർ പത്മനാഭൻ, അദ്ദേഹം മഹർഷിയെ കുറിച്ച് പാടിയതാണ്. ഞാൻ വന്നത് ചിപ്പി എടുക്കാനാണ്. കടൽക്കരയിൽ പോയിട്ട് ഷെൽ എടുക്കാനാണ്, ചിപ്പി എടുക്കാനാണ് ഞാൻ വന്നത്. എൻ്റെ കയ്യിൽ കിട്ടിയതോ ഒരു ശംഖു പെറുക്കാനോ എന്തോ വന്നതാണ്. എൻ്റെ കയ്യിൽ കിട്ടിയത് നല്ല മുത്ത്, നല്ല വില പിടിച്ച ഒരു രത്നം. അങ്ങനെ അപ്പോ എന്തോ ഈശ്വര ദർശനമോ എന്തൊക്കെയോ വിചാരിച്ചു, പക്ഷെ കിട്ടിയത് ആത്മസാക്ഷാത്കാരം വേറെ എന്തോ ആയിരുന്നു. ആ അനുഭവത്തിനെ ഭഗവാൻ പ്രതീക്ഷിച്ചില്ല. ആ ഒരു വാതിൽ തുറക്കണമെന്ന് തന്നെ അദ്ദേഹത്തിന് അറിയില്ല. അരുണാചലേശ്വരനെ ഒന്ന് വിളിച്ചു, അരുണാചലേശ്വരൻ വന്നു. ഇത്ര എളുപ്പത്തിൽ വിളിച്ചാൽ വരുന്നു വിചാരിച്ചില്ല. ഒന്ന് അരുണാചലം എന്ന് സ്മരിച്ചു, ആ അനന്ത വസ്തു ഇങ്ങോട്ട് വന്നു, ഇങ്ങോട്ട് പോന്നു. ഏത് രൂപത്തിൽ വന്നു? നമ്മൾ വിചാരിക്കുന്ന പോലെ ജടാധാരിയായി ശൂലധാരിയായിട്ടല്ല, മൃത്യുവിന്റെ രൂപത്തിൽ വന്നു. പരീക്ഷത്തിന് അങ്ങനെയാണ് അല്ലേ? പലർക്കും അങ്ങനെയാണ്. മൃത്യുവിന്റെ രൂപത്തിൽ വന്നു. ഒരു ദിവസം അത് നോക്കൂ, ഇറ്റ് വിൽ ക്രിയേറ്റ് ഇറ്റ് സ്പേസ്. ഒരു അധ്യാത്മ അനുഭവങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മളല്ല അതിന് കാരണം. അതിന് വേണ്ട സന്ദർഭമൊക്കെ ഉണ്ടാക്കും, സ്ഥലമൊക്കെ ഉണ്ടാക്കും, എല്ലാം മാറ്റി തീർക്കും, എല്ലാം റെഡിയാക്കിയിട്ട് അനുഭവം വരും. അപ്പോൾ നമ്മളുടെ ഉള്ളിൽ മാത്രം, ഉള്ളു പുറന്നൊന്നുമില്ല, പുറത്തൊക്കെ അറേഞ്ച്മെന്റ് ഒക്കെ നടത്തുന്നത്. അതേപോലെ പുറത്ത് വീട്ടുകാരൊക്കെ എവിടെയോ പോയി, ആരും ഇല്ല, ആ സന്ദർഭമൊക്കെ ഉണ്ടാക്കിയെടുത്തു, എല്ലാം റെഡിയാക്കിയിട്ട് പെട്ടെന്നൊരു മരണഭയം വന്നു. ഞാൻ മരിക്കാൻ പോണു എന്നൊരു തോന്നൽ. അത് തോന്നലല്ല, ഭഗവാൻ പറയണത്
മരണം മുൻപിൽ വന്നു എന്നാണ്. മൃത്യുവിനെ കണ്ടു. പക്ഷെ ആശ്ചര്യം എന്താന്ന് വെച്ചാൽ ശരീരം മുഴുവൻ, മനസ്സും ഇന്ദ്രിയങ്ങളും ഒക്കെ ഇങ്ങനെ ആ തീ എരിയാണ്. ഫുൾ ഇന്റൻസിറ്റിയോടുകൂടെ ഡെത്ത്, മരണം. അപ്പൊ ഈ മരിക്കുന്ന ഞാൻ ആരാണ്? പെട്ടെന്ന് അങ്ങോട്ട് ആ മരണത്തിന് കീഴടങ്ങുന്നതിന് പകരം എന്താണ് മരണം ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് കഠോപനിഷത്തിലെ യമലോകത്തിൽ പോയ നചികേതനെ പോലെ അങ്ങനെ നിവർന്ന് കടന്നു. നോക്കട്ടെ ഞാൻ എന്താണ് ഈ മരണം. പലർക്കും മനന നിധിധ്യാസന വേദാന്ത വിചാരം ചെയ്യുമ്പോൾ ഗ്രാജുവലായിട്ട് ഈ പദാർത്ഥത്തിനെ, ഈ മൃത്യുധാതു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ബൗദ്ധന്മാര് നിർവ്വാണത്തിനെ പോലും ധാതു എന്ന് പറയും, അതിനെ അഭിമുഖീകരിക്കേണ്ടി വരും, കാണും. മഹർഷിയുടെ ജീവിതത്തിൽ പെട്ടെന്ന് നടന്നു എന്ന് പറയുന്നത് പലർക്കും അനുഭവത്തിന്റെ മണ്ഡലത്തിൽ ഈശദീശതായിട്ട് വരും. അങ്ങനെ ആ മരണത്തിനെ നേരിട്ടങ്ങോട്ട് കണ്ടു. എന്താണ് മരിക്കണത്? ശരീരം മരിച്ചു കഴിഞ്ഞു, ശരീരത്തിനെ എടുത്തു കൊണ്ടുപോയി ശ്മശാനത്തിൽ കൊണ്ടുപോയി കത്തിച്ച് കളയുന്നു. ഇതൊക്കെ കണ്ടു, കൺമുമ്പിൽ ഒരു ദർശനം പോലെ കണ്ടു, ഒരു വിഷൻ. ഈ ശരീരത്തിനെ എല്ലാവരും എടുത്തുകൊണ്ടു പോകുന്നതായിട്ടും എരിച്ചു കളയണതായിട്ടും അതിൽ തോല് സപ്തധാതുക്കളും എരിഞ്ഞു പോകുന്നതായിട്ടും രക്തം, മാംസം, മജ്ജ എല്ലാം എരിഞ്ഞു പോകുന്നതായിട്ടും ഓരോന്നുമായിട്ട് ഇങ്ങനെ ഒരു ദർശനം ഉണ്ടായി. പക്ഷെ അതിനൊക്കെ പുറകില് ഞാൻ 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 എന്നൊരു അനുഭവം അല്പം പോലും ഇതുകൊണ്ടൊന്നും സ്പർശിക്കപ്പെടാതെ ഈ ശ്മശാനത്തിൽ എരിഞ്ഞു കളയുന്ന ശരീരത്തിന്റെ പുറകില് അല്പം പോലും ബാധിക്കപ്പെടാതെ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചൈതന്യം, ഒരു ബോധം, ഒരു സത്തയുടെ നിത്യനിരന്തര അനുഭവം ഉള്ളിൽ കണ്ടു. അപ്പൊ ഈ ശരീരമല്ല ഞാൻ, ഈ ഉള്ളിൽ പ്രകാശിക്കുന്നത് എന്താണ് എന്ന് ആരാഞ്ഞു. അത് ശുദ്ധ ചൈതന്യമാണ്, ആത്മാവാണ് ഞാൻ. ഇത് ബുദ്ധി റെഡി ആയിട്ടിരുന്നു, പ്രിപ്പയർഡ് ഇന്റലക്റ്റ് ആണ്. അതങ്ങോട്ട് ഒബ്സർവ് ചെയ്തു, അതിനെ പിടിച്ചെടുത്തു, അവിടെ ഇരുന്നു. അത്രയേ ഉള്ളൂ. ഭഗവാൻ പറഞ്ഞു പിന്നീട് ഒരു സാധനയും തപസ്സും ഒന്നും ഉണ്ടായിട്ടില്ല. ബാക്കിയുള്ളവർ പറഞ്ഞു മലയിലിരുന്നു, ഗുഹയിലിരുന്നു, അവിടെ ഇരുന്നു, ഇവിടെ ഇരുന്നു, കണ്ണുമൂടിയിരുന്ന ആളുകൾ ധ്യാനിക്കണമെന്ന് പറയും, സമാധിയിലിരിക്കണമെന്ന് പറയും. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അവിടെ അതോടുകൂടെ കഴിഞ്ഞു. ഇത് കുറച്ചു നേരം ഉണ്ടായിരുന്നുണ്ടാവും. വീട്ടിൽ നിന്ന് പുറത്തു പോയ ആളുകളൊക്കെ തിരിച്ചു വരുമ്പോൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവരൊക്കെ ശ്രദ്ധിച്ചു, എന്തോ മാറ്റം വന്നിട്ടുണ്ട്. നമ്മൾ രമണ മഹർഷി എന്ന് പറയുന്ന ആളവിടെ ജനിച്ചു കഴിഞ്ഞു, പക്ഷെ അദ്ദേഹത്തിന് തന്നെ അറിയില്ല തനിക്ക് എന്താ സംഭവിച്ചത്. നമ്മളെ പോലെ എന്തെങ്കിലും പുസ്തകമൊക്കെ വായിച്ചിരുന്നുവെങ്കിലും ഒക്കെ ഇത് ബുദ്ധനൊക്കെ പ്രവർത്തിക്കുകയും അതിനെക്കുറിച്ച് പഠിക്കുകയും അലാർ കലാമ, രാമപുത്രൻ ഇങ്ങനെയുള്ള ഗുരുക്കന്മാരുടെ അടുക്കലൊക്കെ ചെന്ന് യോഗാഭ്യാസം ചെയ്യുകയൊക്കെ ചെയ്തതുകൊണ്ട് തനിക്ക് നിർവ്വാണത്തിന് വേണ്ടി നിർവ്വാണം എന്നൊരു ഐറ്റം അറിയുകയും അതിനെ അറിഞ്ഞു. ഇവിടെ ഒന്നും അറിയില്ല. ഭഗവാൻ തമാശയായിട്ട് പറയണത് എന്തോ നല്ല ഒരു സൂക്കേട് വന്നിട്ടുണ്ടെന്ന് വിചാരിച്ചത്. നല്ല സുഖം, മനസ്സിന് നല്ല ശാന്തി. മൃത്യു എന്നൊരു വിഷമം കണ്ടു, വിചാരിച്ചു, രക്ഷപ്പെട്ടു, അറിഞ്ഞു, സ്വസ്ഥമായിട്ടിരുന്നു. അതിനെ ആരോടും പറഞ്ഞുമില്ല, ഇതെന്താവൊന്നും പറഞ്ഞില്ല. ഒരു കൂട്ടുകാരൻ രംഗൻ എന്ന് പറഞ്ഞു. പിന്നീട് ചോദിച്ചു, ഭഗവാനെ അത് കഴിഞ്ഞിട്ട് 1.5 മാസം സ്കൂളിലേക്കൊക്കെ പോയിട്ടുണ്ടേ. അപ്പൊ ഈ രംഗൻ പറഞ്ഞു, എൻ്റെ അടുത്തൊന്നും പറഞ്ഞുകൂടായിരുന്നു, ഇങ്ങനെയൊരു എനിക്കേ தெரியாതെ പോയി, എനിക്ക് തന്നെ അറിയില്ല, ഞാൻ എന്തോ വന്നിട്ടുണ്ട്, എന്തോ നല്ല ശാന്തമാണ്, മുമ്പത്തെ പോലെ ദേഷ്യമില്ല, ഒന്നുമില്ല, യാതൊന്നുമില്ല, ഉള്ളിൽ നല്ല ഉറപ്പ്, തനിക്ക് കിട്ടിയത് എന്താണെന്നൊന്നും അറിയില്ല. അതാണ് അറിവിനെയും അരുളുറുത്ത് എന്ന് പറയുന്നത്. കുറച്ചു നേരത്തേക്ക് അറിവിനെ ഒന്ന് മറച്ചു വെച്ചു, അനുഭവിച്ചു, അറിഞ്ഞു, പക്ഷെ അറിഞ്ഞു എന്ന് അറിഞ്ഞില്ല. തത്വം തെരിയാതെ അത്തനയുറ്റായി. ഇതൊക്കെ അക്ഷരമണമാലയിൽ പിന്നാലെ വരുന്ന പാട്ടാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെ പിന്നീട് നമുക്ക് വരും, ഇപ്പോഴൊന്നും വരില്ല. തത്വം തെരിയാതെ, തത്വം അറിയാതെ തന്നെ അതായിട്ടിരുന്നു. തത്വം ഇതുവൻ അരുണാചല, ഇതാണ് സീക്രട്ട് എന്നാണ്, ഇതാണ് രഹസ്യം. എല്ലാവരും അങ്ങനെയാണ്, എല്ലാവരും അത് അറിയാതെ അതായിട്ടിരിക്കണം, അറിയണില്ല. പക്ഷെ ഇവിടെ വിശേഷമായി അതിനെ ഒന്ന് നോക്കി കണ്ടു. എന്നിട്ട് തനിക്ക് വന്നത് എന്താണ് എന്ന് ശാസ്ത്രീയമായിട്ട് മനസ്സിലാക്കിയിട്ടില്ല, അത്രയേ ഉള്ളൂ. അതങ്ങനെ ഇരുന്നു. ഏട്ടനും വീട്ടുകാരും ഒക്കെ വന്നു, അവരൊക്കെ നോക്കി, ആശ്ചര്യമായിട്ട് നോക്കി, ഇവനിപ്പോ എന്തു പറ്റി. പ്രത്യേകിച്ച് അവർ കണ്ടത് കണ്ണു തുറന്നിരിക്കുന്നു, എവിടെയോ നോക്കിയിരിക്കുന്നു. നിങ്ങൾ വീഡിയോയിലൊക്കെ കാണാം, ഇപ്പോഴും
വീഡിയോ ഒക്കെ ഉണ്ടല്ലോ മഹർഷിയുടെ. കണ്ണ് ഒക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്. ചിമിട്ടേ ഇല്ല. ആ ഒരു യോഗസിദ്ധി, അമർത്യമായ യോഗസിദ്ധി ഉണ്ടായിരുന്നു. ആ കണ്ണിങ്ങനെ അചലമായിട്ടിരിക്കും. അപ്പോൾ വീട്ടുകാരൊക്കെ നോക്കി ഒക്കെ കണ്ടു, എന്തോ പറ്റിയിട്ടുണ്ട്, എന്തായി. ചിലപ്പോൾ കളിയാക്കും, ഓ ഇതാ മഹർഷി വരണു, അവർ തന്നെ വിളിച്ചു മഹർഷി എന്നൊക്കെ. ഏട്ടൻ ഇടയ്ക്കിടയ്ക്ക് പറയും, സ്വാമിയാർ വരണു, മഹർഷി വരണു, കാട്ടിലേക്ക് പോയിക്കൂടെ, എന്തിനാപ്പം ഇവിടെ ഇരിക്കണം, ഇങ്ങനെ ഇരിക്കണേന് ഇവിടെ എന്തിനാണെന്ന്. എന്ന് വെച്ചാൽ മിണ്ടാതെ ഇരിക്കുന്നുണ്ടാവും, ഒന്നും ശ്രദ്ധിക്കില്ല, ആഹാരം കൊടുത്താൽ കഴിക്കും, അല്ലെങ്കിൽ ചോദിക്കില്ല. ഇങ്ങനെ ഇരിക്കണത് കണ്ട് അവരൊക്കെ കളിയാക്കും, പരിഹസിക്കും. അങ്ങനെ കുറച്ച് ദിവസം പോയി, കുറേ 1.5 മാസം അങ്ങനെ പോയി. നിർവികൽപ്പ സമാധിയില് മധുരയിൽ 1.5 മാസം ഇരുന്നു. ഇതൊക്കെ കഴിഞ്ഞ് ഒരു ദിവസം ഹോംവർക്ക് കൊടുത്തു സ്കൂളിൽ. ഡുക്രിഞ്ഞ് കരട്ടെ ഇംഗ്ലീഷ് ഗ്രാമർ ഹോംവർക്ക് കൊടുത്തു. അത് ഒരു പ്രാവശ്യം മറ്റോ കഷ്ടപ്പെട്ട് എഴുതി പാവം. അത് കഴിഞ്ഞ് അതിനെ വലിച്ചെറിഞ്ഞിട്ട് കണ്ണടച്ച് പ്രശാന്തമായിട്ട് അങ്ങനെ ഇരുന്നു. അപ്പം ഏട്ടൻ പുറകെ നിന്നതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു, നാഗസ്വാമി. അദ്ദേഹം ചോദിച്ചു, ഇപ്പടിയെല്ലാം അരக்கிறവനിക്ക് ഇതെല്ലാം എതുക്കും? ഇത്രയാണോ ചോദിച്ചത്? ഇങ്ങനെയൊക്കെ ഒരു യോഗിയെ പോലെ ഇരിക്കുന്ന ആൾക്ക് പിന്നെ എന്തിനാ പഠിപ്പും ഈ വീടും? ആളുകളിങ്ങനെ പലതൊക്കെ ചോദിക്കുമല്ലോ അല്ലേ? അങ്ങനെ ചോദിച്ചു. എത്രയോ പ്രാവശ്യം പറഞ്ഞതാണ്. പക്ഷെ ഇപ്പോ അത് കറക്റ്റായിട്ട് കുറുക്കിക്കൊണ്ടു. ശരിയാണ്, ഞാൻ എന്തിനാ ഇവിടെ ഇരിക്കണം? എവിടെ പോകും? അപ്പോഴാണ് അരുണാചലം. ഭഗവാന്റെ അറിയേണ്ടത് അറിഞ്ഞു കഴിഞ്ഞിട്ടാണ് യാത്ര, അല്ലാതെ അറിയാൻ വേണ്ടിയിട്ടുള്ള യാത്രയല്ല. ഒക്കെ കഴിഞ്ഞു. പക്ഷെ എവിടെയെങ്കിലും പോകും. ഈ വീട്ടിലിരിക്കാൻ പറ്റില്ല. കാരണം യൂയം വയം. അവർക്കിത് മനസ്സിലാവില്ല, ഇദ്ദേഹത്തിന് അവർക്ക് മനസ്സിലാവില്ല. അവർ പറയുന്ന കാര്യങ്ങൾ യാ നിശാ സർവഭൂതാനാം തസ്യാം ജാഗ്രതി സംയമി യസ്യാം ജാഗ്രതി ഭൂതാനി സാ നിശാ പശ്യതോ മുനേ. ലൗകികന്മാർക്കൊക്കെ ഏതൊന്ന് ഇരുട്ടാണോ അത് യോഗിക്ക് സംയമിക്ക് പകലാണ്. സംയമിക്ക് ഏതൊന്ന് ഇരുട്ടാണോ അത് ലൗകികന് പകലാണ്. എന്നുവെച്ചാൽ അയാൾക്ക് അതിനെക്കുറിച്ചൊക്കെ അറിയാം, ആ വിഷയങ്ങൾ അയാൾക്ക് സത്യമാണ്. ആത്മാ സത്യമല്ല. സംയമിക്ക് ആത്മാവ് സത്യമാണ്, സ്വസ്വരൂപം സത്യമാണ്. ലോകവും ലൗകികവും മിഥ്യയായിട്ട് പോയി. ഇപ്പോ അരുണാചലത്തിലേക്ക് പുറപ്പെട്ടു. ഇനി അരുണാചലത്തിൽ വരുന്നതും അരുണാചല ദർശനം, അവിടുത്തെ വാസം, ഈ കഥകളൊക്കെ പറഞ്ഞ് അക്ഷരമണമാല രചന ചെയ്ത കഥകളൊക്കെ ആയിട്ട് നമ്മൾ നാളെ വൈകുന്നേരത്തെ പ്രഭാഷണത്തിൽ കാണാം. അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല. യതോ മമാത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം മമ കിഞ്ചിദസ്തി യഥാതവേഷ്ടം കുരു മാം തഥൈവ ത്വാം ആത്മനാഥം രമണം ഭജാമി.